സ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതിദണ്ഡീ സർവവേദാന്തപണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. കൊല്ലാട് SNDP യോഗം യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എനിക്ക് കിട്ടിയ ഈ നിയോഗം ശരിയാവണ്ണം ഉപയോഗിക്കാനും അത് ശ്രദ്ധിച്ച് കേട്ട് അതിലെന്തെങ്കിലും മൂല്യവത്തായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താനും കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. നമുക്കറിയാം, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം കേരളത്തിലെ ഹിന്ദു സമാജത്തെ മൊത്തത്തിൽ തന്നെ വലിയ കൊടുങ്കാറ്റുകളിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. അതിന് കാരണം അത് സൃഷ്ടിച്ച മഹാപുരുഷൻ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആധ്യാത്മിക നവോത്ഥാനത്തെ നമുക്ക് സമ്മാനിച്ച ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരു സ്വാമികളെന്നും ശ്രീനാരായണ ഗുരുദേവനെന്നും ശ്രീനാരായണ ഗുരുവെന്നും ശ്രീനാരായണ സംയമീന്ദ്രനെന്നും ഒക്കെ അറിയപ്പെടുന്ന ആധ്യാത്മിക തേജസ്സാണ് കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളുടെ ശബ്ദവും വെളിച്ചവുമായി വർത്തിച്ചത്. സ്റ്റേജിലേക്ക് ശബ്ദം കുറവാണ് കേൾക്കുന്നത്, കാരണം സ്റ്റേജ് ഇൻപുട്ട് കുറവാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യ അധ്യക്ഷനും SNDP യൂണിയൻ്റെ ഇവിടുത്തെ സെക്രട്ടറി, അദ്ദേഹത്തിനൊക്കെ കേൾക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പോലും ഞാൻ ഊഹിച്ചതാണ്. ശരി, SNDPയുടെ ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. എന്താണ് നിങ്ങളിതിനു മുമ്പ് SNDPയുടെ പരിപാടിയിൽ പങ്കെടുക്കാനെന്ന് ചോദിച്ചാൽ വിളിക്കാനിട്ടാണ്, അല്ലാതെ മറ്റൊരു യാഡ് സ്റ്റിക്കും മറ്റൊരു മാനദണ്ഡവും അതിനില്ല. മാത്രവുമല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് +2 പ്രായം, +1 +2ൻ്റെ പ്രായമാണ്. 3 ഡിഗ്രിയാണ് ഞാൻ പഠിച്ചത്. 3 ഡിഗ്രിയുടെ സമയത്ത് ഞങ്ങളുടെ കോളേജിൽ മലയാള അധ്യാപകൻ ജോൺസ് വില്ലോത്ത് എന്ന് പറയുന്ന അധ്യാപകൻ ആണ് യഥാർത്ഥത്തിൽ എനിക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ സാഹിത്യത്തെ പരിചയപ്പെടുത്തുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഒരു വ്യക്തിയെപ്പറ്റി സാധാരണ ഏതൊരു വ്യക്തിക്കും അറിയാവുന്നതുപോലെയുള്ള ഒരറിവ് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കോളേജ് ലൈബ്രറിയിൽ നിന്ന് ഉമാകേരളം എന്ന് പറയുന്ന ഉള്ളൂർ S. പരമേശ്വരയ്യരുടെ കൃതി എടുത്തുകൊണ്ട് ഞാനിങ്ങനെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അധ്യാപകൻ പറഞ്ഞു, എടാ കൊച്ചനെ, ഇതൊന്നും വായിച്ച തലയിൽ കയറത്തില്ല. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, നീ എന്തുകൊണ്ട് നാരായണ ഗുരുദേവന്റെ കൃതികൾ വായിക്കുന്നില്ല എന്ന് ചോദിച്ചു. പൊതുവെ അങ്ങനെ ഒരു വഴക്കം വീട്ടിലോ ഞങ്ങളുടെ ഇടയിലോ ഇല്ല എന്ന് പറഞ്ഞു.
അതിന് കാരണം കേരളത്തിലെ സമൂഹം എത്രത്തോളം ജാതിയെ ഉല്ലംഘിച്ചു എന്ന് പറഞ്ഞാലും ജാതീയമായ ചില ദൃഷ്ടികളിലൂടെയാണ് മഹാപുരുഷന്മാരെ പോലും നമ്മൾ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ഇപ്പം ശങ്കരാചാര്യർ എന്ന് പറഞ്ഞ ഉടനെ ബ്രാഹ്മണരുടെ മാത്രം ഗുരുവായിട്ടും, ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞാൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ഗുരുവായിട്ടും, നാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ അത് SNDPയുടെ ഗുരുവായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു ഇടുങ്ങിയ മനസ്സുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അതിൻ്റെ ചിന്തയുണ്ട്. ഇദ്ദേഹം പറഞ്ഞു, ഏതായാലും വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് നീ ഗുരുദേവന്റെ കൃതികളെടുത്ത് വായിക്കണം എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഞാൻ നാരായണ ഗുരുദേവന്റെ ഒരു കൃതി വായിക്കുന്നത് ജനനീ നവരത്ന മഞ്ജരി എന്ന് പറയുന്ന 9 പദ്യങ്ങളുടെ ഒരു ചേർച്ചയാണ്. അത് നവരത്നങ്ങൾ തന്നെയാണ്. ജനനീ നവരത്ന മഞ്ജരി വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുമാരനാശാനൊന്നും ഒരു കവിയേ അല്ല. കുമാരനാശാനൊക്കെ നാരായണ ഗുരുദേവനിലേക്കൊരു 1000 മൈൽ സഞ്ചരിച്ചാൽ മാത്രമേ ഗുരുദേവന്റെ കവിത്വം കിട്ടുകയുള്ളൂ. കാരണം പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രമാണം നാം ഋഷി കവിയാണ്, ഋഷിയല്ലാത്തവൻ കവിയല്ല എന്ന്. ഋഷിത്വം എന്ന് പറഞ്ഞാൽ ദീർഘദരിശിത്വം അല്ലെങ്കിൽ സത്യദ്രഷ്ടാരം. ഋഷി മന്ത്രദ്രഷ്ടാരം. ഋഷി മന്ത്രദ്രഷ്ടാവും സത്യദ്രഷ്ടാവുമാണ്. മന്ത്രത്തെ ദർശിച്ചവനും മന്ത്രദേവതയെ ദർശിച്ചവനും ഈശ്വര സാക്ഷാത്കാരം നേടിയവനും ത്രികാലങ്ങളുടെ അറിവിനെയും തൻ്റെ ഉള്ളിൽ ഒതുക്കിയവനുമാണ്. ത്രികാലജ്ഞാനിയാണ് ഋഷി. അത്തരത്തിൽ ത്രികാലജ്ഞാനിയായിട്ടുള്ള ഒരു ഋഷി മാത്രമാണ് കവി എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള മഹാത്മാക്കളിൽ ഏറ്റവും ആദ്യം നമ്മൾ സ്മരിക്കുന്ന ആദി കവി കരുണ എന്ന വികാരത്തിൽ നിന്ന്, സഹാനുഭൂതി എന്ന വികാരത്തിൽ നിന്ന് ഒരു അവതാര കഥ മെനഞ്ഞെടുത്തയാളാണ് വാൽമീകി മഹർഷി. അരുതു കാട്ടാള എന്ന് പറഞ്ഞു തുടങ്ങിയ അൻപിൻ്റെ, കരുണയുടെ മൂല്യത്തെ അക്കാലത്ത് പ്രസിദ്ധമായിരുന്ന ഒരു മഹാപുരുഷന്റെ കഥയുമായി കൂട്ടിയിണക്കി ജനങ്ങളെ കരുണയും വാത്സല്യവും ദാമ്പത്യത്തിൻ്റെ ഗുണങ്ങളും സന്യാസത്തിൻ്റെ ഗുണങ്ങളും ആചരണങ്ങളുടെ സവിശേഷതയും എല്ലാം ഒരു ഇതിഹാസത്തിലൂടെ പഠിപ്പിച്ച ഋഷിയാണ് വാൽമീകി മഹർഷി. വാൽമീകി മഹർഷിക്കുണ്ടായിരുന്ന ദീർഘദരിശിത്വം എന്ന് പറയുന്നത് നാമജപം കൊണ്ട് മനസ്സിൻ്റെ ക്ലാവ് കളഞ്ഞ് സംശുദ്ധമാക്കിയെടുത്ത മനസ്സിൽ ഈശ്വര പ്രതിഷ്ഠ ചെയ്തയാളാണ്. ഹൗളിംഗ് ഉണ്ട് മൈക്കിന്, അസാരം. എനിക്കൊരല്പം ജലദോഷമുണ്ട്, മൈക്കിനും ജലദോഷമുണ്ട്. അപ്പം അത് കൂടി രണ്ടും ചേർന്ന് കഴിയുമ്പോൾ അതിസാരമാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അമ്പെയ്യാൻ നിൽക്കുന്ന ഒരാളോട് അമ്പല്ല അൻപാണ് വേണ്ടത് എന്ന് ഉപദേശിച്ച ആളാണ് വാൽമീകി മഹർഷി. കേരളത്തിലെ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു നാരായണ ഗുരുദേവന്റെ ആവിർഭാവത്തിൻ്റെ സമയത്ത്. അതായത് സ്വന്തമായി ആചരണങ്ങൾ ചെയ്യുവാൻ അറിയാത്ത ഒരു വലിയ ജനവിഭാഗം. മാത്രവുമല്ല, ചെയ്യുന്നതാകട്ടെ ഗുളികന കൊടുക്കലും മറുതേ പൂജിക്കലും തുടങ്ങിയിട്ടുള്ള പ്രാമാണികമല്ലാത്ത ആചരണങ്ങളും ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഉപദേവതകളെ അല്ലെങ്കിൽ നീചദേവതകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന വലിയൊരു ജനസാമാന്യത്തെ നോക്കി, എന്തിന് നിങ്ങൾ ഈ മൂന്നാംകിട രീതിയിൽ ആരാധിക്കുന്നു? ഒന്നാന്തരം ആരാധന ഞാൻ നിങ്ങൾക്ക് നൽകാം. വൈദികമായ ഔപനിഷദമായ ഉപനിഷത്തുക്കളിൽ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രതിഷ്ഠകൾ, ആഗമസാരത്തെ കടഞ്ഞെടുത്ത പ്രതിഷ്ഠകൾ കേരളത്തിന് സമ്മാനിച്ച, കേരളത്തിന് മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും സമ്മാനിച്ചിട്ടുള്ള ഗുരുദേവൻ ആദ്യം നമുക്ക് നൽകിയത് ആചരണങ്ങളാണെന്ന് വളരെ സൂക്ഷ്മമായി ദർശിച്ചാൽ മനസ്സിലാവും. അതാവട്ടെ ക്രിയാജട്ടിലമായിട്ടുള്ള കാര്യങ്ങളല്ല. ഏതൊരുത്തനും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ ലളിതമായ ഉപാസനാ രീതികളും ലളിതമായ വിവാഹ സമ്പ്രദായവും വൈദിക മന്ത്രങ്ങളോട് ഒപ്പിച്ച് ജപിക്കാൻ പറ്റുന്ന മന്ത്രങ്ങളുമെല്ലാം എഴുതി സമ്മാനിച്ച മഹാൻ. ആ ഗുരുദേവനെ പഠിക്കാൻ ഞാൻ വളരെ വൈകി.
പക്ഷെ ആ പിഴ നിത്യേന വീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശങ്കരാചാര്യസ്വാമികളോടൊപ്പം തന്നെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ കൃതികളും പ്രവർത്തനങ്ങളും സമാരാധനയോടെ കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഈഴവരുടെ മാത്രം ഗുരുവാണ് നാരായണ ഗുരുദേവൻ എന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രത്യേകമായ ജാതീയമായൊരു കൂട്ടിനകത്ത് അകപ്പെടാൻ മാത്രം ചെറിയ ആളല്ല, മറിച്ച് അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞതുപോലെ എൻ്റെ പേര് നാണു എന്നാണ്, അണുവല്ലാത്തത്, ചെറുതല്ലാത്തത്, മഹത്തായത് എന്ന് അദ്ദേഹം തന്നെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. നാണു എന്ന് പറഞ്ഞാൽ ചെറുതല്ലാത്തത്, അണുവല്ലാത്തത്, മഹത്തായത്, ഈശ്വരന്റെ പര്യായമാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടിലും അകപ്പെടാതെ താത്വികമായി ഗുരുദേവനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആ രീതിയിൽ വേണം എന്നെ കേൾക്കാനെന്ന് ആദ്യമേ തന്നെ ജാമ്യമെടുക്കുകയാണ്. ഇവിടെ ഭാരതീയ കുടുംബ സങ്കല്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാരതം എന്ന ശബ്ദത്തിൻ്റെ തന്നെ അർത്ഥം അറിവിൻ്റെ പ്രകാശത്തിൽ രമിക്കുന്ന ഇടം. ഭാസ് എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ പ്രകാശമാണ്. പ്രകാശത്തെയാണ് ഭാസ് എന്ന് പറയുന്നത്. പ്രകാശം, അറിവിൻ്റെ പ്രകാശത്തെ, വേദങ്ങളുടെ പ്രകാശത്തെ, ഉപനിഷത്തിന്റെ പ്രകാശത്തെ ഒക്കെ സ്വജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഇടം ഭാരതം. അറിവിൻ്റെ പ്രകാശത്തിൽ രമിക്കുന്ന ഇടം ഭാരതം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ സുഖം കിട്ടില്ല. ഇന്ത്യ ഈസ് ബട്ട് എ ജിയോഗ്രാഫിക്കൽ ടേം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഭൂപ്രകൃതിയുടെ, ഒരു ഭൂഖണ്ഡത്തിന്റെ, ഉപഭൂഖണ്ഡത്തിന്റെ പേര് മാത്രമാണ്. ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിന്റെ, ദർശനങ്ങളുടെ, സാഹിത്യത്തിന്റെ, കലയുടെ, ശില്പകലയുടെ, അസ്ത്രവിദ്യയുടെ, ധനുർവേദത്തിന്റെ, ആയുർവേദത്തിന്റെ, ഋഗ്വേദത്തിന്റെ, യജുർവേദത്തിന്റെ, സാമവേദത്തിന്റെ, അഥർവണവേദത്തിന്റെ എല്ലാം പേരാണ് ഭാരതം. അറിവ് ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലകളെല്ലാം ഒരുമിച്ച് പറയാവുന്നൊരു പേര് ഭാരതം എന്നത് മാത്രമാണ്. അതിന് കാരണം ആനോ ഭദ്ര കതവോ യന്തു വിശ്വത, ഋഗ്വേദത്തിലെ മന്ത്രമാണ്. ഋഗ്വേദം എന്നൊക്കെ പറയുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ സാഹിത്യമാണ്. ലോകത്തിൽ തന്നെ മനുഷ്യരാശി കൈവരിച്ച ആദ്യത്തെ സാഹിത്യ ഗ്രന്ഥം, അല്ലെങ്കിൽ ആദ്യത്തെ മതഗ്രന്ഥം, അതും അല്ലെങ്കിൽ ആദ്യത്തെ വിജ്ഞാന രാശി എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. ഋഗ്വേദത്തിലെ മന്ത്രമാണ് ആനോ ഭദ്ര കൃതവോ ജന്തു വിശ്വത. എന്നിലേക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും എവിടെ നിന്നും ശ്രേഷ്ഠമായ, ഭദ്രമായ അറിവുകൾ വന്നു ചേരട്ടെ. ഐ വെൽക്കം നോളജ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ വേൾഡ്, ഫ്രം എനി വൺ, വിതൗട്ട് തിങ്കിങ് അബൌട്ട് ഹിസ് കാസ്റ്റ്, ക്രീഡ് ഓർ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും, സമൂഹത്തിന്റെ ഏത് സ്രോതസ്സിൽ നിന്നും എന്നിലേക്ക് ശ്രേഷ്ഠമായ, ഭദ്രമായ, എൻ്റെ ജീവിതത്തെ ഭദ്രമാക്കി തീർക്കാൻ കഴിവുള്ള അറിവുകൾ വന്നു ചേരട്ടെ എന്നാണ് വേദത്തിലെ ആശംസ. ഇന്നത്തെ കാലത്ത് അത് അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. ഇന്നത്തെ കാലത്ത് പ്യുവർ വെജ് ഹോട്ടലിൽ ഇട്ടാൽ ഉടനെ ഒരാൾ പറയും, ഇത് ബ്രാഹ്മണരുടെ തന്ത്രമാണ്. അല്ല, ഈ പ്യുവർ വെജ് ഹോട്ടലിനൊക്കെ ബ്രാഹ്മണർക്ക് ഒരു അല്പം കമ്മീഷൻ കിട്ടിയിരുന്നത് നന്നായി ജീവിച്ചു പോകാമായിരുന്നു. അത്രയധികം പ്യുവർ വെജ് ഹോട്ടലുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് മറുപുറമായിട്ട് ഹലാൽ ചിക്കൻ കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി പരാമർശങ്ങളൊന്നും കാണുന്നില്ല. ഹലാൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ മന്ത്രം ജപിച്ചുകൊണ്ട് അറുത്ത കോഴി, അത്ര അർത്ഥമുള്ളൂ. പ്യുവർ വെജിന് മതപരമായി ഘടിപ്പിക്കാവുന്ന ഒന്നും തന്നെ ആ വാക്കിലില്ലെങ്കിലും അതിനെ ജാതീയമായി ഘടിപ്പിക്കുന്ന ചില കുബുദ്ധികളുണ്ട് സമൂഹത്തിൽ. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ പ്യുവർ വെജിനെ പറ്റിയൊക്കെ പറയും, നിങ്ങളത് വേദനിപ്പിക്കരുത്. ശ്രേഷ്ഠമായ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഭദ്രത്തെ തരുന്ന ഭദ്രമായ അറിവുകളെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണം. കാരണം നമ്മുടെ പൂർവികരായ ഋഷിമാർ ആനോ ഭദ്രാഹ കൃതവോ എന്തു വിശ്വതഃ എന്നാണ് പ്രാർത്ഥിച്ചത്. എന്നിലേക്ക് ശ്രേഷ്ഠമായ അറിവുകൾ, നോബിൾ തോട്ട്സ്, നോബിൾ പീസസ് ഓഫ് ഇൻഫർമേഷൻ എവിടെ നിന്നും വരട്ടെ എന്ന് പ്രാർത്ഥിച്ച, അതിന് ഒരു കാസ്റ്റോ ക്രീഡോ പറയാത്ത ഋഷിമാരുടെ നാടാണിത്. എവിടെയാണ് നമ്മൾ ജാതീയമായി തമ്മിലടിച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ ഭൂമിക്ക് വിലയേറിയപ്പോഴാണ്. ആ ഭൂമി ആര് ഭരിക്കണം, ആ ഭൂമിയിൽ ആര് വിളവിറക്കണം, തൊഴിലെടുക്കാതെ എങ്ങനെ ആഹാരം കഴിക്കാമെന്ന് റിസർച്ച് ചെയ്ത കുറച്ചു പേരുടെ സംഭാവനയാണ് ജാതി.
എങ്ങനെ എനിക്ക് നടുവളയ്ക്കാതെ വയറ് നിറയ്ക്കാം എന്ന് സങ്കല്പിച്ച് അത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരികയും അങ്ങനെ സ്വാഭാവികമായും പണിയെടുക്കാൻ തയ്യാറായവൻ കീഴാളനായി തീരുകയും ചെയ്തതാണ്. ഒരു കർമ്മത്തിന്റെ മേഖലയിലുണ്ടായ, കർമ്മജാലത്തിലുണ്ടായ ഒരു വിഭാഗീയത മാത്രമാണ്. അത് പ്രാമാണികമല്ല. എന്തുകൊണ്ടാണ് ജാതി പ്രാമാണികമല്ലാത്തത്? എന്തുകൊണ്ടായിരിക്കാം നാരായണ ഗുരുദേവനെ പോലെ, ചട്ടമ്പി സ്വാമികളെ പോലുള്ള മഹാപുരുഷന്മാർ ജാതിയെ തള്ളിക്കളയാൻ കാരണം? ശാസ്ത്രം പഠിച്ചത് കൊണ്ടാണ് തള്ളിക്കളഞ്ഞത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വേദാദി സത്ശാസ്ത്രങ്ങളെ പഠിച്ചതിന് ശേഷമാണ് ജാതി ചിന്തയെ, ജാതി വെറിയെ തള്ളിക്കളഞ്ഞത്. കാരണം വേദത്തിലെ അനേകം ഋഷിമാരുടെ ജാതിയോ പേരോ പോലും നമുക്കറിയില്ല. ജാതി അറിയില്ലെന്ന് മാത്രമല്ല, പേര് പോലും നമുക്കറിയില്ല. ഗുരുദേവൻ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാളോട് ചോദിച്ചു, കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന്. ജാതി ചോദിച്ചപ്പോൾ കണ്ടിട്ട് എന്താ തോന്നുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കണ്ടിട്ട് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കണ്ടിട്ട് മനസ്സിലാവാത്ത കാര്യം പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. കണ്ടിട്ട് മനസ്സിലാവാത്തത് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല എന്ന് പറഞ്ഞു. ദൃഷ്ടിക്കാണല്ലോ ശക്തി കൂടുതൽ. വാക്ക് അർത്ഥത്തെ ഗ്രഹിക്കാതെ മനസ്സിലാവില്ലല്ലോ. കണ്ടത് പെട്ടെന്ന് മനസ്സിലാക്കാമല്ലോ. കണ്ടിട്ട് മനുഷ്യനാണെന്ന് മനസ്സിലായില്ലേ എന്നായിരുന്നു ചോദ്യം. അത് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. ഞാൻ മനുഷ്യനാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചാൽ അവന് മനസ്സിലാവുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ജാതി ഉണ്ടെങ്കിൽ അത് മനുഷ്യജാതിയാണ്. നരന്റെ ജാതി നരത്വമാണെന്ന് നമ്മോട് പറഞ്ഞു തന്ന മഹാപുരുഷനാണ് നാരായണ ഗുരുദേവൻ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശക്തമായിട്ട് ജാതീയമായ കൂട്ടിലടയ്ക്കുന്നതിനെ എതിർക്കുന്ന ആളാണ്. ആരെയും, ഒരു മഹാത്മാവിനെയും അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു ഇതിനെ ഉല്ലംഘിക്കാനുള്ള ശ്രമമെന്ന നിലയ്ക്കായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ജാതിയില്ല എന്ന്. കാരണം ഭാവിയിൽ നമ്മുടെ ആൾക്കാരാണ്. ഇപ്പൊ മോഹൻലാൽ നായരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ട്രോളുന്ന ട്രോളന്മാർ പറഞ്ഞപ്പോഴാണ്. അവർക്ക് അദ്ദേഹത്തെ കളിയാക്കാൻ ഒരു ആയുധം കിട്ടിയത് അദ്ദേഹത്തിന് അഭിനയത്തിൽ അദ്ദേഹത്തിന് 100 അയലെ തടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രചരിപ്പിക്കുന്നവർ അദ്ദേഹം നായരാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ജാതിയുടെ വിദ്വേഷം വിത്ത് മുളപ്പിക്കുന്നത് പലപ്പോഴും നമ്മളായിരിക്കില്ല. ഒരു ഞങ്ങളൊരു അനുഭവമുണ്ട്. ഒരു ശോഭായാത്ര കടന്നു പോകുമ്പോൾ, അത് ശോഭായാത്ര കടന്നു പോവുകയാണ്. അവൻ കടന്നു പോകുന്ന സമയത്ത് ഒരു മുസ്ലിം പള്ളിയുടെ സൈഡിൽ നിന്നൊരു കല്ല് വന്നിട്ട് ശോഭായാത്രയ്ക്ക് നടുവിൽ വീണു. അപ്പൊ എന്താ സംഭവിക്കാവുന്നത്? നമ്മളെന്താ ചിന്തിക്കുക? പള്ളിയിൽ നിന്ന് ഏതോ ഹിന്ദു വിരുദ്ധനായ മുസ്ലിം കല്ലെറിഞ്ഞെന്ന് വിചാരിക്കുക. പക്ഷെ പിടിക്കപ്പെട്ട പ്രതിയുടെ പേര് ഹിന്ദു നാമധാരിയായിരുന്നു. പള്ളിയിൽ ആരും കല്ലെറിഞ്ഞതല്ല, വിവരമുള്ള ആരും ചെയ്യുമോ? അപ്പൊ ഇതിനകത്ത് നിന്നുകൊണ്ട് ഹിന്ദു നാമധാരികളായ ചിലര് ജാതീയത പരമാവധി തമ്മിലടിച്ച് ഹിന്ദുമതം തകരട്ടെ എന്ന് കരുതുന്ന ആളുകളുണ്ട്. അവരെയാണ് കരുതിയിരിക്കേണ്ടത്. ഒരു ക്രിസ്ത്യാനിയും വന്നിട്ട് നമ്മളെ ജാതി തല്ലിപ്പിക്കില്ല. ഒരു മുസ്ലിമും വന്ന് നമ്മളെ തല്ലിപ്പിക്കില്ല. നമ്മളെ തല്ലിപ്പിക്കുന്നത് നമ്മുടെ അകത്ത് തന്നെ നമ്മുടെ ഐക്യത്തെ ഇഷ്ടപ്പെടാത്ത, നാം ഐക്യപ്പെടുന്നത് വെറുക്കുന്ന ആളുകളാണ് ജാതീയമായി നമ്മെ ഭിന്നിപ്പിക്കുന്നത്. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, നാരായണ ഗുരുദേവന്റെ ക്ലിഷ്ട സംസ്കൃതത്തിലുള്ള, ക്ലിഷ്ടം എന്ന് പറഞ്ഞാൽ വായിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസം എന്നർത്ഥം. പ്രയാസമാണ്. കാരണം ഒരു വലിയ സംസ്കൃത പണ്ഡിതരെ പോലും വലിയ ആശയക്കുഴപ്പം പോലും ഉണ്ടാവുന്ന തരത്തിലുള്ള സംസ്കൃത പ്രയോഗം നാരായണ ഗുരുദേവൻ മിക്ക കൃതികളിലും കാണാം. അത്രയ്ക്കും ശ്രേഷ്ഠനായ സംസ്കൃത പണ്ഡിതനായിരുന്നു ഗുരുദേവൻ. അപ്പൊ ഗുരുദേവന്റെ കൃതികളെ വായിച്ചാൽ മനസ്സിലാവാത്തവരുണ്ടാവും. അവരായിരിക്കാം ഗുരുദേവൻ ഇഴവനാണെന്ന് മുദ്ര കുത്തിയത്. വായിച്ചാൽ മനസ്സിലാവാത്തവർക്ക് പിന്നെ എങ്ങനെ മനസ്സിലാവും ഗുരുദേവന്? ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് ശ്രീനാരായണ എന്നെപ്പോലെയുള്ള ഒരാൾക്ക്, അതായത് ജാതീയമായി ഈ മതിൽക്കെട്ടിനകത്തുപെടാത്ത ഒരാൾക്ക് ഗുരുദേവനെ മനസ്സിലാക്കാൻ ഒറ്റ വഴിയുള്ളത് അദ്ദേഹത്തിന്റെ കൃതികൾ സ്വതന്ത്രമായി സദ്ബുദ്ധിയോടുകൂടി എങ്ങനെയാണോ വൈദിക മന്ത്രങ്ങൾ പഠിക്കുന്നത് അത്രയും ശ്രദ്ധയോടുകൂടി പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇന്നത്തെ കാലത്ത് ഗുരുദേവനെ മനസ്സിലാക്കാൻ വേറെ ഒരു വഴിയും ഇല്ല. ഗുരുദേവന്റെ വഴിനീളെ കാണുന്ന ശില്പങ്ങളോ വിഗ്രഹങ്ങളോ കണ്ടിട്ടല്ല ഞാനെന്ന വ്യക്തി ഗുരുദേവനെ പഠിച്ചിട്ടുള്ളത്. ഗുരുദേവനെ ഞാൻ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൃതികൾ സ്വതന്ത്രമായി പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്. അങ്ങനെ ആയിരിക്കണം നിങ്ങളുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നമ്മിൽ പല വേർതിരിവുകളും പലർക്കും ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ അവർക്ക് വേർതിരിവ് ഉണ്ടാക്കാൻ സാധിക്കരുത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഒക്കെ ഒരു ഫലമായി വരേണ്ടത്. ഇപ്പൊ ഞാൻ തിരിച്ചു വരാം. ഭാരതം എന്ന ശബ്ദത്തിലേക്ക് തിരിച്ചു വരാം. ഈ അറിവിന്റെ പ്രകാശത്തിൽ രമിക്കുന്ന നാട്ടിലെ, ഭാരതത്തിലെ ജനങ്ങൾക്ക്
ഒരു കുടുംബ സങ്കല്പമുണ്ടോ, അല്ലെങ്കിൽ കൗടുംബികമായ കുടുംബപരമായ കുടുംബത്തെ സംബന്ധിച്ച കൗടുംബികമായ ഒരു ജീവിത രീതി ഉണ്ടോ, ഒരേ രീതി ഉണ്ടോ എന്നാണ് ചോദ്യം. നോർത്ത് ഇന്ത്യക്കാരൻ്റെ ആചരണമല്ല സൗത്ത് ഇന്ത്യക്കാരന് കാണുന്നത്, അതുപോലെയല്ല കിഴക്ക് കാണുന്നത്, അതുപോലെയല്ല വടക്ക് കാണുന്നത്, പടിഞ്ഞാറ് കാണുന്നത് ഒക്കെ വ്യത്യാസമാണ്. ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന സംസ്കാരങ്ങളെ എങ്ങനെയാണ് ഒരു ഭാരതീയ കുടുംബസങ്കല്പം എന്ന് പറയാൻ കഴിയുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഭാരതത്തിലുമല്ല കുടുംബത്തിലുമല്ല സങ്കല്പത്തിലാണ്. ഒരു കുടുംബം നയിക്കേണ്ടത് എന്ത് സങ്കല്പത്തിലായിരിക്കണം? ഭാരതീയമായ സങ്കല്പത്തിലായിരിക്കണം. ഈ കുടുംബം എന്ന വാക്കിന് ഇത്രയും അധികം പ്രാബല്യം നേടുന്നത് ഭാരതത്തിലാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കിയാൽ കുടുംബം എന്നതിൻ്റെ ആ ഈട് അല്ലെങ്കിൽ അതിൻ്റെ ഊടും പാവും എത്ര ബലപ്പെട്ടതാണ് ഭാരതത്തിൽ മനസ്സിലാക്കും. ഇപ്പൊ നമുക്കറിയാം, മകൻ 50 വയസ്സായി, അമ്മയ്ക്ക് 70 വയസ്സായി, മക്കള് 12 പേരുണ്ടായി അമ്മയ്ക്ക്. 12 മക്കളും അവിടെ തന്നെ ചുറ്റുവട്ടത്തും കഴിയുകയാണ്. മനസ്സിലായില്ലേ? തറവാടിന് ചുറ്റുവട്ടത്തും ഒരു വെളിപ്പാടകല മകനും കുടുംബവും ഒരു പക്ഷെ ഒരു വീട്ടിൽ തന്നെ ജീവിക്കുന്ന സ്ഥലം. അമേരിക്കയിലൊക്കെ പറയും നെസ്റ്റ് എന്നാണ്, കുടുംബത്തെ കൂടായിട്ടാണ് അവർ കാണുന്നത്. ആ കുടുംബത്തിലെ കൂട്ടിൽ ഒരു പരിധി കഴിഞ്ഞാൽ താമസിക്കാൻ വയ്യ, പറന്നു പോയിക്കൊള്ളണം. അവിടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് കുടുംബത്തിന്റെ കൂട്ടിൽ നിന്ന് പറന്നു പോകുന്നതിനെയാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇവിടെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാലോ, ജോലി എടുക്കണം, അമ്മയുടെ അടുത്ത് വരണം, അമ്മയ്ക്ക് കുഴമ്പോ എണ്ണയോ എന്താ വേണ്ടത് അത് കൊണ്ട കൊടുക്കണം, പറ്റിയാൽ ആ പാദം ഒന്ന് തിരുമ്മി കൊടുക്കണം. അപ്പൊ നമ്മുടെ സങ്കല്പം വളരെ വളരെ വ്യത്യസ്തമാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇന്ന് ഏറെക്കുറെ ഇതൊക്കെ മാറി മറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം പ്രാതരുദ്ധായ, രാവിലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ള ശീലത്തിന് മുന്നോടിയായിട്ട് നന്നായി ഉറങ്ങാൻ പഠിക്കണം. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കാല് കഴുകിയിട്ട് നന്നായി തേച്ചുരച്ച് കാല് കഴുകിയും മൂത്രമൊഴിച്ചും കിടക്കാൻ പോകണം. ഇതൊക്കെ ശാസ്ത്രത്തിൽ, ധർമ്മശാസ്ത്രത്തിലുണ്ട്, നിത്യകർമാനുഷ്ഠാനങ്ങളിലുണ്ട്, ആഗമശാസ്ത്രങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെല്ലാം അതിൻ്റെ മൂലകൃതികളെ പരാമർശിക്കാതെ തന്നെ ഒട്ടൊക്കെ പരാമർശിച്ചുകൊണ്ടും നമുക്ക് ഇതിനോട് ചർച്ച ചെയ്യാം. കാലുരച്ച് കഴുകിയിട്ട് മൂത്രം ഒഴിച്ചിട്ടൊക്കെ കിടന്നുറങ്ങണമെന്ന് പണ്ടുള്ളവർ പറയും. പണ്ടുള്ളവർ പറഞ്ഞു തരിക, ദുസ്വപ്നം കാണാതിരിക്കാൻ പാദം കഴുകിയിട്ട് കിടക്കണം. ഇതൊരു നാട്ടറിവായിട്ട് നമുക്ക് തോന്നാം, പക്ഷെ ഇത് ഭാരതീയമായ അറിവാണ്, പഴയ അറിവാണ്, ആഗമശാസ്ത്രങ്ങളിലുള്ള അറിവാണ്. എന്താ കാല് തേച്ച് കഴുകി കിടന്നുറങ്ങണമെന്ന് പറയുന്നത്? പൊതുവേ ജ്യോതിഷപ്രകാരമൊക്കെ ശനിയുടെ സ്ഥാനമാണ് ഈ പാദങ്ങൾക്കുള്ളത്. അത് വൃത്തിയായി ഉരച്ച് കഴുകി കിടന്നുറങ്ങാൻ വരുന്നവന് ലക്ഷ്മിയുടെ പ്രസാദം ഉണ്ടാകുമെന്നും അവൻ നല്ല സ്വപ്നങ്ങളെ കാണുന്നുവെന്നും അവൻ സുഖമായി ഉറങ്ങുന്നുവെന്നും ശാസ്ത്രം പറയുന്നു. നിങ്ങളുടെ കുട്ടികൾ എത്ര പേര് കാല് തേച്ച് ഉരച്ച് കഴുകിയിട്ട് കിടന്നുറങ്ങുന്നുണ്ട് എന്ന് സ്വയം ചോദിക്കുക. ഇംഗ്ലീഷുകാരൻ 12 മണിക്കൂറിട്ട സോക്സും ഷൂസും ഇട്ട് കിടന്നുറങ്ങുന്നത് ടി വിയിൽ കാണുന്ന കുട്ടി അതനുസരിക്കുമോ? കാല് തേച്ചുരച്ച് കഴുകി കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാൽ ഇതനുസരിക്കുമോ എന്നുള്ളത് വലിയൊരു ഫൈറ്റാണ്, വലിയ യുദ്ധമാണ്, അത് ദ്വന്ദ്വമാണ്. നമ്മുടെ അറിവ് പ്രകാരം ഇത് ശനിയുടെ സ്ഥാനമാണ്. അതുകൊണ്ട് ശനിദേവന് കോപം വരുത്താൻ പാടില്ലെന്നാണ് പല രീതിയിൽ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് നല്ലതൊന്നും ചെയ്യിക്കുക എന്നുള്ളതാണ് പൂർവികരുടെ തന്ത്രം. പറയുന്നത് പലതായിരിക്കാം, കാരണങ്ങൾ പലതായിരിക്കാം, പക്ഷെ നമ്മെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കാം. സദാചാരം, നല്ലതിനെ ചെയ്യിപ്പിക്കലാണ് സദാചാരം, നല്ലത് ചെയ്യലാണ് സദാചാരം. വേണ്ടാത്തത് ചെയ്യലാണ് ദുരാചാരം. ഇപ്പൊ കുഞ്ഞുങ്ങളെ ദുരാചാരികളെ വളർത്താതെ സദാചാരികളെ വളർത്താൻ എന്ത് ചെയ്യണം? അമ്മമാർ. ഏത് വിശ്വപൗരന്റെയും ഗുരു ആരാണ്? ഒരമ്മയാണ്. മറന്നു പോകരുത്. ചന്ദനമഴയും കുങ്കുമപ്പൂവൊന്നുമല്ല. വളരെ ശ്രദ്ധിച്ചോളൂ. കുടുംബങ്ങളെ കലക്കുന്ന ഗർഭം കലക്കുകളാണ് ഓരോ സീരിയലും. കണ്ണീരുകൊണ്ട് ഇവർ കഴുകുകയാണ്. എനിക്ക് VIP വെള്ളം തരാൻ പോകുന്നുണ്ട് അദ്ദേഹം. ശരി, മനസ്സിലായില്ലേ? കണ്ണീർ സീരിയലുകൾ കാണുക. എത്ര എപ്പിസോഡാണ് ഗർഭം ധരിക്കുന്നത്? സാധാരണഗതിയിൽ 9 മാസവും ശിഷ്ടവും മതി. സീരിയലിൽ വർഷങ്ങളോളം ഗർഭം പേറുകയാണ്. ഇത് പ്രസവിച്ച് കണ്ടിട്ട് മരിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ?
സീരിയലിലെ നടി. ഇപ്പൊ ഇന്നിവിടെ ഒരു സീരിയൽ നടി വരണമായിരുന്നു, ഈ ഹോള് തിങ്ങി കവിഞ്ഞ് പുറത്തു നിന്ന് അല്ലേ? അതിന് കാരണം നമുക്ക് പ്രാമാണിക, ഇപ്പം നാരായണ ഗുരുദേവൻ തന്നെ വന്നാലും ചിലപ്പോ നമ്മള്, കാരണം ഞാനിന്ന് ചോദിച്ചു, ഇവിടെ സംഘാടകർ ഒരാളോട് ചോദിച്ചു, യേശു ക്രിസ്തുവിൽ നിന്ന് എന്താണ് നാരായണ ഗുരുദേവന് കുറവുള്ളത്? ഒന്നും കുറവില്ലെന്ന് മാത്രമല്ല 1000 ഗുണങ്ങൾ കൂടുതലുണ്ട് താനും. എന്നാൽ ഗുരുദേവന് കിട്ടുന്ന മാന്യതയും യേശുവിന് കിട്ടുന്ന മാന്യതയും ചിന്തിച്ചു നോക്കൂ. അതാണ് സംഘടന എന്ന് പറയുന്നത്. സംഘടന കൊണ്ട് ശക്തരാകുമെന്ന് പറഞ്ഞതിന്റെ ആണിക്കല്ല് അവിടെയാണ്. മഹാനായ ഒരു ഭാരതീയ ആചാര്യനെ നമിക്കാൻ നമുക്ക് മടിയാണ് പലപ്പോഴും. ഗുരുദേവന്റെ മുഖമോ ഫോട്ടോയോ കണ്ടാൽ നമസ്കരിക്കാൻ മടിയാണ്. കാരണം ഋഷിമാരുടെ വില നാം ഇനിയും അറിഞ്ഞിട്ടില്ല. സംഘടിത മതങ്ങൾ എന്തു നുണ പറഞ്ഞാലും അത് വിശ്വസിക്കുകയും വിഴുങ്ങുകയും അതിനെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് ഹിന്ദുക്കൾ മാറിയിട്ടുണ്ട് പലയിടത്തും. അതിന്റെ ന്യൂനതകൾ നമ്മുടെ മക്കൾ അനുഭവിക്കുന്നുണ്ടല്ലോ. ഹിന്ദു പെൺകുട്ടികളെ വർഷങ്ങളോളം പ്രണയിക്കുക, വിവാഹത്തിന്റെ കാര്യം വരുമ്പോൾ പള്ളിയിൽ വെച്ച് മതം മാറ്റുക. ഞാൻ നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത്, വെറുതെ അവിടെ ഇവിടെയും കേട്ട് പറയുന്നത്. ഇത് അനവധി ഒരുപാടായി തീർന്നു. ഇപ്പം അതിലേക്കൊക്കെ നമുക്ക് വരാൻ പറ്റില്ല. ആദ്യം കാല് കഴുകി കിടക്കട്ടെ, ബാക്കി പിന്നെ പറയാം. ഇപ്പൊ ശരിയുടെ സ്ഥാനമാണെന്നും കാല് തേച്ചുരച്ച് കിടക്കണമെന്നും മൂത്രമൊഴിച്ചിട്ട് കിടക്കണമെന്നും സുഖനിദ്ര ഉണ്ടാവുമെന്നും സുസ്വപ്നങ്ങൾ കാണുമെന്നും നിങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ചു. കാലിന്റെ അടിഭാഗത്ത് ശിരസിനകത്തുള്ള എല്ലാ മൂലങ്ങളുടെയും എല്ലാ റൂട്ടുകളുടെയും ഒരറ്റം പാദത്തിനടിയിലുണ്ട്. അതുകൊണ്ടാണ് പീഡകന്മാരായ പോലീസുകാർ പാദത്തിലടിക്കുന്നത്. ബുദ്ധിയില്ലാത്തൊരു ജനതയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നല്ലോ പോലീസിന്റെ ആദ്യത്തെ ഡ്യൂട്ടി. 1816 പോലീസ് നിയമം ഉണ്ടായത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതെ, ആ പോലീസ് ആക്ട് തന്നെ 1816 ആ പോലീസ് ആക്ട് പറയുന്നത് തന്നെ ഒരു ജനതയോട് വളരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കരം പിരിക്കുക, അതിനു വേണ്ടിയിട്ട് ചെയ്തിരുന്നതാണ്. അപ്പൊ ബുദ്ധിയുള്ള ജനങ്ങളൊന്നും അങ്ങനെയൊന്നും ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയ കരം കൊടുക്കില്ല. അപ്പൊ പിടിച്ചുകൊണ്ട് പോകുന്നതിന്റെ കാലിന്റെ ഉള്ളംകാൽ അടിച്ചു പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളംകാലിനല്ല അടി, തലയ്ക്കുള്ള അടിയാണ്. ആ ഓരോ അടിയും നിങ്ങളുടെ ബുദ്ധിയെയും സാമർഥ്യത്തെയും ചിന്താശേഷിയെയുമാണ് നശിപ്പിക്കുന്നത്. വ്യക്തമായിട്ട് സാമൂഹിക സാഹചര്യങ്ങളുമായി ചേർത്ത് വായിക്കണം. നിങ്ങളുടെ ചിന്താശേഷി ഇല്ലാതാവുന്നു കാലിൻ്റെ അടിയിൽ അടിച്ചാലെങ്കിൽ ആ പാദം നനച്ച് വൃത്തിയായി ഉരച്ച് കഴുകി കിടന്നാൽ അതിന് വേറൊരു ഗുണമുണ്ടാവണമല്ലോ. പാദത്തിനടിയിലൊരു നല്ല ആഘാതം ഏൽക്കുമ്പോൾ അത് ശിരസിനെ ബാധിക്കുമെങ്കിൽ ഉറക്കം, നിദ്ര ശിരസിലാണല്ലോ ഭവിക്കേണ്ടത്. ചിന്താകുലമായ മനസ്സിൽ ഉറക്കം ഉണ്ടാവുമോ? ഇല്ല. നാളെ ഒരു കടം വീട്ടാനുണ്ട്, 1,00,000 രൂപ കിട്ടണമെന്ന് ആലോചിച്ച് കിടക്കുന്ന ഹിന്ദു അങ്ങനെ ആലോചിച്ച് കിടക്കാറില്ല. ഹിന്ദു തൂങ്ങിച്ചാവുക ചെയ്യുക. സിമ്പിളാണ് ഹിന്ദുവിന് കാര്യങ്ങൾ. കടം വീട്ടാനുള്ള ഹിന്ദു എന്ത് ചെയ്യും? തൂങ്ങിച്ചാവും. ഇല്ലെങ്കിലോ കയറ് കിട്ടിയില്ലെങ്കിലോ വിഷം കുടിക്കും. ഇല്ലെങ്കിലോ ട്രെയിനിന് തലവെക്കും. ഹിന്ദുവിന് 3 ഓപ്ഷനേ ഉള്ളൂ. മറ്റുള്ളവർക്കൊക്കെ പള്ളിക്കാരോട് ചോദിച്ചു നോക്കാം, പട്ടക്കാരോട് ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഒക്കെ എനിക്ക് തോന്നുന്നു ഈ മൈക്രോ ഫൈനാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ നിങ്ങളുടെ ആളുകളിലൊക്കെ മാറ്റം ഉണ്ടാവും അല്ലേ? കുറേയൊക്കെ സാമ്പത്തിക സഹായമൊക്കെ സംഘടന, അതാണ് സംഘടന ഉണ്ടായിരിക്കണം എന്ന് പറയാൻ കാരണം. ഇല്ലെങ്കിൽ തകർന്നു പോകും, സംശയം വേണ്ട. ഹിന്ദുക്കൾക്ക് പൊതുവെയുള്ളൊരു കുഴപ്പം ഒരു സോഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരു സാമൂഹികമായ സുരക്ഷിതത്വം കിട്ടുന്നില്ല. ഒരുത്തൻ ഒറ്റപ്പെട്ടൊരു ഹിന്ദുവാണ്. അവന്റെ പ്രശ്നം അവൻ്റേത് മാത്രമാണ്. അവന്റെ കുടുംബത്തിലെ ചെലവിന് കൊടുക്കാൻ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ജോലി ഇല്ലാതിരുന്നാൽ, അവന്റെ കടയിൽ കച്ചവടമില്ലെങ്കിൽ, അവന് സാമ്പത്തികമായി വലിയ നഷ്ടം സംഭവിച്ചാൽ അവൻ ഒറ്റയ്ക്ക് സഹിക്കണം, അല്ലെങ്കിൽ അവൻ മരിക്കണം. ഇങ്ങനെയാണ്. അത് മാറണം. അതിലേക്ക് ഞാൻ എത്താം, മെല്ലെ എത്താം. എത്ര സമയമുണ്ടെന്നറിയില്ല. ഉരുണ്ടെത്തിയാൽ പോരാ, ഓടി എത്തണം എന്നായിരിക്കും ചിലപ്പോൾ അധ്യക്ഷൻ പറയുന്നത്. ശരി, എന്തായാലും ഞാൻ പറഞ്ഞത്, കുട്ടികൾ മാത്രമല്ല വലിയവരും പാദം ഉരച്ചു കഴുകി മൂത്രമൊക്കെ ഒഴിച്ചിട്ട് സമാധാനമായിട്ട് വെറുതെ അതിനെ ചാടി കയറി ചത്ത് കിടക്കരുത്. എങ്ങനെ കിടക്കണം? ഈശ്വരനാമം ജപിച്ച് അന്നത്തെ ദിവസത്തെ സിംഹാവലോകനം ചെയ്ത് കിടക്കണം എന്നാണ്. എങ്ങനെ സിംഹാവലോകനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സിംഹം കാട്ടുവഴിയിലൂടെ ഒരുപാട് നടന്നു കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും. ഡിസ്കവറി ചാനൽ കാണാൻ കഴിയും. ഞാൻ പോയി നോക്കിയിട്ടൊന്നുമില്ല.
സിംഹാവലോകനം, നടന്ന പാതയെ അഭിമാനത്തോടുകൂടി തിരിഞ്ഞു നോക്കുന്നു സിംഹം. അതുകൊണ്ട് തന്നെ സിംഹാവലോകനം എന്ന് പേര്. ഒരു ദിവസം കഴിഞ്ഞാൽ അത് കുട്ടികളായാലും മുതിർന്നവരായാലും ഇന്നത്തെ ദിവസം എനിക്ക് ഈശ്വരൻ ജീവൻ നൽകിയല്ലോ, ഈ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു, എൻ്റെ പ്രവൃത്തികൾ എങ്ങനെയുള്ളതായിരുന്നു, എൻ്റെ വാക്കുകൾ എങ്ങനെയുള്ളതായിരുന്നു, എൻ്റെ ചിന്ത എപ്രകാരമുള്ളതായിരുന്നു എന്ന് സ്വയം സിംഹാവലോകനം നടത്തണം. ലയൺസ് റെട്രോസ്പെക്ഷൻ എന്ന് പറയും. Lion's retrospection is looking back at our own actions, words, deeds and thoughts. Whatever we have done on a day. ഒരു ദിവസം എന്തൊക്കെ ചെയ്തു എന്ന് സ്വയം തിരിഞ്ഞു നോക്കണം. എന്ന് വെച്ചാൽ കട്ടിൽ ഇരുന്നിട്ട്, ഈശ്വര, അങ്ങ് തന്ന ഒരു സുദിനത്തെ ഞാൻ എൻ്റെ മരുമകൾക്കെതിരെയുള്ള കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ചിലവഴിച്ചു എന്ന് ലജ്ജയോടുകൂടി പറയേണ്ടി വരരുത്. നേരെ തിരിച്ച്, ഈശ്വര, അങ്ങ് തന്ന മനോഹരമായ സുദിനത്തെ അമ്മായിയമ്മയ്ക്കെതിരെയുള്ള ചാട്ടുളിയായി ഞാൻ പ്രയോഗിച്ചു എന്ന് പറയാൻ മരുമകൾക്കും ഇടവരരുത്. വ്യക്തമാണല്ലോ? ഇപ്പൊ സമാസമായില്ലേ? ഇനി കുഞ്ഞുങ്ങൾ ചിന്തിക്കുക, ഇന്നെനിക്ക് ആഹാരം തരാൻ അമ്മയുണ്ടായിരുന്നു, എനിക്ക് എന്നും ഇഡ്ഡലി കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നും ഉണ്ടാക്കി തരാൻ ഒരാളുള്ളതുകൊണ്ട് പട്ടിണി ഇല്ലാണ്ടായി. വിശക്കാത്തൊരു ദിവസം എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കൂടി സമ്മാനിച്ചതിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്, കൃതാർത്ഥനാണ്. നന്ദി വേണം. നന്ദിയില്ലാത്തവനൊക്കെ രോഗം വരുന്നതാണ്. ആയുർവേദം പറയുന്നത് കൃതജ്ഞന് നന്ദിയില്ലാത്തവന് നന്ദിയല്ല കേട്ടോ, അത് പന്നീന്ന് വേണം പറയണം. നന്ദിയാണ് വാക്ക്. നന്ദിയില്ലാത്തവന് രോഗം വരുമെന്നാണ് ആയുർവേദം പറയുന്നത്. കൃതജ്ഞന് അസുഖം വരുന്നതാണ്. നിങ്ങളോട് ഒരാളൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ആ ഉപകാരം നിങ്ങൾ മറന്ന് അയാൾക്കെതിരെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ നിങ്ങളിൽ അത് രോഗമായി വരും. 100% സംശയം വേണ്ട. അതുകൊണ്ട് നന്ദി മറക്കരുത്. ആ നന്ദി മറക്കാതിരിക്കാനുള്ള, കൃതജ്ഞത ഉണ്ടാവാനുള്ള പാഠം തുടങ്ങുന്നത് തീന്മേശയിലാണ്. തീന്മേശയിൽ തുടങ്ങുന്നത് ചില കുട്ടികളുണ്ട്. എന്താ അമ്മയെ കഴിക്കാനുള്ളത്? മോനെ ഇഡ്ഡലിയാണ്. അയ്യോ അമ്മ, ഇന്നലെ ഇഡ്ഡലിയില്ല, ഇന്നും ഇഡ്ഡലിയാണോ എന്ന് പറയുമ്പോൾ ചുണ്ടിന് ചെറിയൊരു കൊട്ട് വെച്ച് കൊടുക്കുക. അധികം വേദനിപ്പിക്കരുത്, ചെറിയൊരു കൊട്ട്. എന്നിട്ട് പറയാം, ഇതുപോലുമില്ലാത്ത ദശലക്ഷക്കണക്കിന് പേര് തെരുവിൽ വീണ് മരിക്കുന്നുണ്ട്, നിനക്കിതൊക്കെ തരാൻ ഞങ്ങളുണ്ട്, മേലാൽ അന്നത്തെ നിന്ദിക്കരുത്. അന്നം ബ്രഹ്മമാണെന്ന് ശാസ്ത്രം പറയുന്നു, വേദം പറയുന്നു അന്നം ബ്രഹ്മ, അന്നം ന നിന്ദ്യാത്, അന്നത്തെ നിന്ദിക്കരുത്. അന്നം ലക്ഷ്മി, അന്നം ലക്ഷ്മിയാണ്. ഞാനൊരു പടി കടന്ന് പറയാം, അന്നം അമ്മയാണ്, പെറ്റമ്മയാണ് ആഹാരം, അല്ലേ? അരി അടുപ്പത്തിടുകയും വേവിച്ചെടുക്കുകയും ചെയ്യണ്ടേ? അവിടെ ചാക്കിൽ കൊണ്ടിരുന്ന വിശപ്പ് മാറുമോ? ആ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നവൾ ലക്ഷ്മിയാണ്, അമ്മയാണ്. അവൾ തന്നെയാണ് കാണപ്പെട്ട ബ്രഹ്മവും. വേദം പറയുന്നത് അന്നം ബ്രഹ്മ എന്നാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അന്നത്തെ നിന്ദിക്കുന്നുവെങ്കിൽ അവരെ ശിക്ഷിക്കണം. താടനാത് ബഹവോ ഗുണാഹ, അടികൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. മനസ്സിലായോ? ഇപ്പൊ കുട്ടികളെ വളർത്തുമ്പോൾ നന്ദികേട് പറയാതിരിക്കാൻ പ്രത്യേകം അവരെ നമ്മൾ ശ്രദ്ധിക്കണം. അവർ പറയുന്ന വാക്കുകളിൽ കൃതജ്ഞതയല്ല കൃതജ്ഞതയാണെങ്കിൽ അവരെ ആ നിമിഷം തന്നെ തിരുത്തണം. മറന്നു പോകരുത് കേട്ടോ. നാളെ നിങ്ങൾക്കെതിരെ തിരിയുന്ന വാക്കുകളാണ് അതൊക്കെ. ഇന്ന് നിങ്ങൾ അയ്യോ കുട്ടി ഇഡ്ഡലി ഇഷ്ടമല്ല, എന്നാ വേണ്ട മോനെ, അമ്മ ന്യൂട്ടല്ല പരത്തി തരുന്ന. ന്യൂട്ടല്ല എന്നൊരു സാധനം ഉണ്ടല്ലോ, നട്ടല്ലേ എന്തായാലും ഒരു സാധനമുണ്ട്, കടല, ഒരു ബ്രൗൺ നിറത്തില്. അത് ബ്രെഡിൻ്റെ ഇടയിൽ പരത്തി കൊടുത്താൽ കുട്ടി തിന്നോളും. അമേരിക്കക്കാരൻ്റെ കുട്ടിയാണ്, മലയാളിയുടെ കുട്ടിയല്ല. അതുകൊണ്ട് ഇഡ്ഡലി, ദോശ, സാമ്പാർ, പുട്ട്, ഇടിയപ്പം ഒന്നും പിടിക്കില്ല. കുട്ടിക്ക് ന്യൂട്ടല്ല പരത്തണം. ഈ കാർട്ടൂൺ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പോഗോ അല്ലെങ്കിൽ കുറേ ചാനലുണ്ട്, ഇപ്പം പുതിയ എനിക്കറിയില്ല. ഈ കാർട്ടൂൺ ചാനലുകൾ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പരസ്യം തിരികുന്നത് നമ്മളെ കാർട്ടൂൺ നൽകി എന്റർടൈൻ ചെയ്യുക അല്ല അവരുടെ ഉദ്ദേശം, മറിച്ച് പരസ്യം ചെലവാക്കുകയാണ്. മറക്കരുത്. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നായികയുടെ അനേക ജന്മങ്ങളുടെ ദുഃഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ ദുഃഖം പോരാഞ്ഞിട്ടാണ് പുറത്തുനിന്ന് എടുക്കണം സ്റ്റോക്ക്. വീട്ടിൽ വൈകുന്നേരം 4 കാലിൽ നടരാജ് മോട്ടോഴ്സ് വരും. നടരാജനായി നൃത്തം ചെയ്തുകൊണ്ട് ഗൃഹനായകൻ കടക്കും. ഹിന്ദുവാണല്ലോ. കള്ളു കുടിക്കാതിരുന്ന മോശമല്ലേ? സിഗരറ്റ് വലിക്കാതിരുന്ന മോശമല്ലേ? ഹിന്ദുവിന് അത് ഗുരുദേവൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കൂ. കള്ള് കുടിക്കരുത്, കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. ചെത്തരുത്, കുടിക്കരുത്, കൊടുക്കരുത്. ഞാൻ മനസ്സിലാവുണ്ടോ? ഈ ലോകത്തിന്റെ, കേരളത്തിലെ ജനങ്ങളുടെ നാശത്തിന്റെ ആണിക്കല്ലെന്ന് പറയുന്നത് മദ്യപാനമാണ്.
വിശേഷിച്ച് ഹിന്ദു കുടുംബങ്ങളിൽ. ഈ കള്ള് കുടിക്കാതിരുന്ന ഒരു വിഷമം പോലെയാണ്. നാരായണ ഗുരുദേവൻ വരുന്നത് വരെ, ആവിർഭവിക്കുന്നതിന് മുമ്പ് വരെ അതിന് കുലത്തൊഴിൽ എന്നൊക്കെ പേര് കൊടുക്കാമായിരുന്നു. ഇന്നതിന് കുലത്തൊഴിൽ എന്നല്ല പേര്, കുലദ്രോഹത്തൊഴിൽ എന്നാണ് പേര്. അത് ചെയ്ത് നിർത്തിവൃത്തി കഴിക്കുന്നവനുണ്ടാവാം, പക്ഷേ മദ്യപിച്ച് കുടുംബം നശിപ്പിക്കുന്നവരുടെ എണ്ണം അതിൻ്റെ 1000 ഇരട്ടിയാണ്. വളരെ ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറയണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാത്തിനും ചിരിക്കാൻ നിർബന്ധവുമില്ല. അപ്പോ സീരിയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു പരസ്യം വരും. അങ്ങാടിയിൽ, ഞങ്ങളൊക്കെ അങ്ങാടി എന്നാണ് പറയുന്നത്, ഇവിടെ ചന്ത, മാർക്കറ്റിലേക്ക് പോകുന്ന സ്ത്രീ എപ്പോഴും വെളുത്തിട്ടായിരിക്കും സീരിയലിൽ കേട്ടോ. കറുത്ത സ്ത്രീകളെ ആവശ്യമില്ല അവിടെ. കറുത്ത സ്ത്രീകളെ അടിച്ചു വരാനോ അല്ലെങ്കിൽ പിന്നെ അടുക്കളപ്പണിക്കൊക്കെ മാത്രമാണ് സീരിയൽ ഉപയോഗിക്കുന്നത്. സീരിയൽ കണ്ടാത്തൊന്നും കേരളത്തിലെ എല്ലാ സ്ത്രീകളും വെളുത്ത സുന്ദരിമാരാണെന്ന് തോന്നിപ്പോവും. ഞാൻ അങ്ങനെ റോട്ടിലൊന്നും അധികം കാണാറില്ല, അങ്ങനെ നോക്കാറുമില്ല. ശരി, ഏതായാലും സീരിയലിലെ കാണുന്നതിന് ഇടയ്ക്ക് വരുന്ന 10 സെക്കൻഡുള്ള പരസ്യമാണ്. സീരിയൽ അരമണിക്കൂറാണെങ്കിൽ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഈ പരസ്യം വരും. 10 സെക്കൻഡിൽ പറഞ്ഞു വെക്കുന്നത് എന്താണ്? വെളുത്ത സുന്ദരിയായ സ്ത്രീ മാർക്കറ്റിൽ പോകുമ്പോൾ, സാധനം വാങ്ങാൻ പോകുമ്പോൾ, ആ ചന്തയിലെ തിരക്കിനിടയിൽ കറുത്തൊരുത്തൻ വന്നിട്ട് ഇവരെ ഇടിക്കുന്നു. ഇതാണ് പ്രശ്നം. കറുത്ത് കാണാൻ കൊള്ളാത്തവരുത്തൻ വന്നിട്ട് ഈ സ്ത്രീയെ ഇടിക്കും, തട്ടിപ്പോകുന്നു. തട്ടിപ്പോകുമ്പോഴാണ് അവിടെ ഒരു സ്കാനർ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കറുത്തവന്റെ ശരീരത്തിൽ നിന്ന് അണുക്കൾ ഇങ്ങനെ പ്രസരിക്കുകയാണ് ആരുടെത്തേക്ക്? വെളുത്ത സ്ത്രീയുടെ ദേഹത്തേക്ക്. അതെന്താ? വെളുത്തവൻ ഈ സ്ത്രീയുടെ ദേഹത്തിൽ നിന്ന് അവന്റെ ദേഹത്തേക്ക് പ്രസരിക്കുന്ന കാണിക്കാത്തത്? ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതായത് വെളുത്തവൻ ശ്രേഷ്ഠനാണെന്ന് നമ്മെ പറയാതെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഈ സീരിയലിനേക്കാൾ അപകടമാണ് നടുവിലെ സീരിയൽ എന്ന് പറയാൻ കാരണം അതാണ്. എന്നിട്ട് ഈ സ്ത്രീ വീട്ടിൽ പോകുമ്പോൾ ഇവരാകെ ടയേർഡാണ്. കാരണം കറുത്തവൻ മുട്ടിയില്ലേ. കറുത്തവൻ മുട്ടിയ പിന്നെ ക്ഷീണം വരാണ്ടിരിക്കുമോ? ഈ സ്ത്രീ വീട്ടിൽ പോയിട്ട് ഡെറ്റോൾ ഇട്ട് കുളിക്കുകയാണ്, അല്ലെങ്കിൽ ലൈഫ് ബോയ്, അങ്ങനെ ബ്രാൻഡ് ഉണ്ട്, ഫ്ലക്സ്, ഏതുമായിക്കോട്ടെ, നിങ്ങൾക്കറിയാൻ പേര്, മാർഗോ. ഇതൊരു കുളിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 99.99% അണുക്കളെ കൊല്ലും. ഒരെണ്ണം ബാക്കി വെച്ചേക്കും ജീവനോടെ. അതെന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. റീഡിങ് ഇങ്ങനെ വരും, കണ്ടിട്ടില്ലേ? 99.99% അണുക്കളെ കൊല്ലും, ഒരെണ്ണം ബാക്കി വെക്കും. നമുക്ക് ഉണ്ടായിരുന്നത് അറിയണ്ടേ, നന്ദി വേണ്ടേ? ഇത് കാണുമ്പോൾ കിട്ടുന്ന സന്ദേശം എന്താണ്? കറുത്തവരുടെ ശരീരത്തിൽ നിന്ന് വെളുത്തവന്റെ ശരീരത്തിലേക്ക് പോകുന്ന അണുക്കളെ ഉള്ള സോപ്പ്. നമ്മളാരും സോപ്പ് വയ്ക്കാൻ പാടില്ല. ശരിക്കും നമ്മൾ ചെറുപയർ പൊടി കൊണ്ട് കുളിക്കേണ്ടവരാണ്. മനസ്സിലായില്ലേ? അപ്പോ അടുത്ത പാഠം കുളി. കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റു, കുളിക്കാൻ പോകുമ്പോൾ ചെയ്യേണ്ടത് എന്ത്? സ്നാനം 2 നേരം ചെയ്യണം. യാത്രാ സമയത്ത് നിർബന്ധ ബുദ്ധികൾ വേണ്ട. ആഗമങ്ങളിൽ, ധർമ്മശാസ്ത്രങ്ങളിൽ വ്യക്തമായിട്ട് കുളിക്കേണ്ട വിധിയെപ്പറ്റി പറയുന്നുണ്ട്. ഹിന്ദുവിന് കുളി 3 ഉണ്ട്. 8 കുളിയുണ്ട്. 3 കുളിയെ നിത്യവും ചെയ്യാൻ പറ്റും. ചില കുളി നമുക്ക് കുളിക്കാൻ പറ്റില്ല. ഇയാൾ എന്തൊക്കെ പ്രാന്തായി പറയുന്നത് ചിന്തിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ഞാൻ പറയാം. 3 കുളി ആഗമശാസ്ത്രം വിധിക്കുന്നുണ്ട് നിർബന്ധമായിട്ട്. 8 കുളിയിൽ പലതും നമുക്ക് കുളിക്കാൻ പറ്റില്ല. ഒന്ന് ദിവ്യസ്നാനമാണ്, നമുക്ക് കുളിക്കാൻ പറ്റില്ല. നാരായണ ഗുരുദേവനെ പോലെയോ ചട്ടമ്പി സ്വാമികളെ പോലെയോ അമൃതാനന്ദമയി ദേവിയെ പോലെയുള്ള ജീവിത സാക്ഷാത്കാരം നേടിയിട്ടുള്ള മഹാത്മാക്കൾ നമ്മുടെ ശിരസിൽ കൈവയ്ക്കുമ്പോഴാണ് ദിവ്യസ്നാനം ഉണ്ടാകുന്നത്. അത് നമുക്ക് എന്നും കുളിക്കാൻ പറ്റുമോ? അങ്ങനെ ഇല്ല. അപ്പൊ നമുക്ക് ആവാത്തതൊക്കെ മാറ്റി നിർത്താം. ഇതൊക്കെ ധർമ്മശാസ്ത്രം ഉള്ളത് 8 തരം കുളി, ഹിന്ദുവിന് പ്രത്യേകിച്ചും. ഒന്നാമത്തെ കുളി വാരുണ സ്നാനം. എന്താണ് വാരുണ സ്നാനം? എന്താ? വെള്ളത്തിലുള്ള കുളി. മുങ്ങിക്കുളിയാണ് പൊതുവെ വിധിക്കുക. കുളി എന്ന് പറയുമ്പോൾ നമുക്ക് മുങ്ങിക്കുളിയാണ് ശരിക്കും. ഇന്നത്തെ കാലത്താണ് മേലെ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന പരിപാടി. കാരണം രോമങ്ങളൊക്കെ താഴേക്ക് നിൽക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് ശരീരത്തിന്. അടിയിൽ നിന്ന് ജലം മേലേക്ക് കയറിയാൽ എല്ലാ ഭാഗവും വേണ്ടതുപോലെ ജലത്തിന്റെ സ്പർശം ഏൽക്കുകയും വൃത്തിയാവുകയും ചെയ്യുമെന്നുള്ള പഴമക്കാരന്റെ ഒരു നോട്ടമാണ് മുങ്ങിക്കുളിയുടെ പ്രത്യേകത. ഇന്ന് മുങ്ങിക്കുളിയില്ല, മുങ്ങാൻ കുളവുമില്ല. അത് വേറെ കാര്യം. മുങ്ങിക്കുളി സങ്കല്പിക്കാനേ പറ്റും, മുങ്ങാൻ കുളമില്ല. കുളം അശുദ്ധവുമാണ്. മൊത്തം സംസ്ഥാനം തന്നെ ഒരു കുളമായി. അതുകൊണ്ട് അത് പറയാൻ വയ്യ. അപ്പോ മുങ്ങിക്കുളിയാണ് ശുദ്ധി എന്ന് പണ്ടുള്ളവർ വിധിക്കാൻ കാരണം നാസാരന്ധ്രത്തിനകത്ത് പോലും ജലമെത്തും. ഒന്ന് മുങ്ങിക്കുളിക്കുമ്പോൾ സോപ്പിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ല. നിത്യവും മുങ്ങിക്കുളിക്കുന്നതിന് സോപ്പിന്റെ ആവശ്യം വരുന്നില്ല. ഈ സോപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ
മണവും നാളത്തെ ചെളിയുമാണ്, അഴുക്കുമാണ്. അല്ലേ? ഈ സോപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇന്നത്തെ മണവും നാളത്തെ അഴുക്കുമാണ്. സോപ്പ് ഉപയോഗിക്കുന്ന നിർത്തി നോക്കൂ, ശരീരം കുറെ കൂടെ ശോഭയോടെ തിളങ്ങും. കറുത്തവന് കുറച്ചുകൂടി നല്ല കളർ കിട്ടും, കറുപ്പിൽ നല്ലത്. വെളുത്തവന് കുറച്ചുകൂടി നല്ലത്, അങ്ങനെ ഉള്ളതിൽ നല്ലത് കിട്ടും. അങ്ങനെ പറയാൻ പറ്റും. അപ്പോ വാരുണ സ്നാനം, നിത്യവും സ്നാനം. കുട്ടികൾ കുളിക്കാതെ വിദ്യാലയങ്ങളിൽ അവരെ പറഞ്ഞയക്കരുത്. ചില കുട്ടികൾക്ക് രാവിലെ എണീച്ചാൽ കുളിക്കാൻ മടിയുണ്ടാവും. അവര് ഈ നായെ വെള്ളത്തിൽ വലിച്ചേ കളിക്കും രാവിലെ, കണ്ടിട്ടില്ലേ? അപ്പൊ ആ മോനെ കുളിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് കുളിക്കാൻ പറ്റില്ല, അമ്മ തണുപ്പാണ്, അതൊന്നും പാടില്ല. കുളിപ്പിക്കണം, നിശ്ചയമായിട്ട് കുളിപ്പിക്കണം. കുളിക്കുമ്പോൾ ആദ്യം നനയേണ്ടതും എന്താണ്? പാദമാണ്, തലയല്ല നനയുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്തെ ഈ ഷവറിന്റെ അടിയിലുള്ള കുളി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കുളി തന്നെയാണ് അയ്യപ്പ. അതുകൊണ്ട് പാദമാണ് ആദ്യം നനയേണ്ടത്. ആദ്യം പാദത്തിൽ ജലം വീഴ്ത്തണം. കൈ നനയാം, പാദവും നനയാം. പാദം നനയണം, ശിരസല്ല ആദ്യം നനയേണ്ടത് എന്ന് മനസ്സിലാക്കണം. കാരണം എന്താണ്? പാദത്തിന്റെ അടിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെയൊക്കെ സാധനം അവിടെ ഉണ്ടേ, ഒരു ബോർഡ്, സ്വിച്ച് ബോർഡ് താഴെയാണ്. അപ്പൊ സ്വിച്ച് ബോർഡ് ആദ്യം ശരിയാക്കി എടുക്കണം. ഉറങ്ങുന്നവർ ചാരി കിടന്ന് പറയുമ്പോൾ അല്ല തലയിടിക്കും, അതാണ് ശരി. അപ്പോ ഈർക്കിൽ ചെറുത് കരുതായിരുന്നില്ല കയ്യില്, കണ്ണിൽ വെക്കാനേ, തുറന്നിരിക്കാൻ. ശരി, വാരുണ സ്നാനം വിധിപൂർവകം ചെയ്താൽ അടുത്ത സ്നാനം ആഗ്നേയമാണ്. ആഗ്നേയ സ്നാനം, അഗ്നി കൊണ്ട് കുളിക്കുക. അയ്യോ, ഇയാൾ എന്താ പറയുന്നത്? ആദ്യം വെള്ളം കൊണ്ട് കുളിക്കുക, പിന്നെ തീ കൊണ്ട് കുളിക്കാനോ? തീ കൊണ്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? തീ കൊണ്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ബാഗ് അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഇല്ലേ? ഒരാളെ കാണാനില്ല ചെയ്ത്. ശരി, തീ കൊണ്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിയിലേക്ക് എന്തു കൊടുത്താലും എന്താക്കിയിട്ട് തരും? എന്താ തരിക? അഗ്നിയിലേക്ക് ദർഭപ്പുല്ലിട്ടു, അഗ്നിയിലേക്ക് കുറെ പുല്ല് വാരിയിട്ടു, ഉണക്കപ്പുല്ലിട്ടു, കുറെ രാമച്ചത്തിന് വേരിട്ടു, ചാണകവറളി ഇട്ടു, എന്താ ഉണ്ടാവുക? ഭസ്മം. മനസ്സിലായോ? അഗ്നിയിലേക്ക് ചാണകവറളിയും മറ്റു സുഗന്ധദ്രവ്യങ്ങളും ഔഷധ ഗുണമുള്ള പുല്ലുകളൊക്കെ ഇട്ടിട്ടാണ് എന്തുണ്ടാക്കുക? ഭസ്മം ഉണ്ടാക്കുക. കുളി കഴിഞ്ഞാൽ ഉടനെ ഭസ്മധാരണം ചെയ്തു കൊള്ളണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ആഗ്നേയ സ്നാനം. ചന്ദനം എന്നൊക്കെ പറയണതേ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവർക്കുള്ളതാ. ഈ അമ്പലങ്ങളിൽ കിട്ടുന്ന സാധനം ചന്ദനല്ല, ആദ്യം മനസ്സിലാക്കുക. തമിഴിന് എന്തോ ഉരുട്ടി ഉണ്ടാക്കണതാണ്, എന്താണെന്ന് എനിക്കറിയില്ല. ഒരു മഞ്ഞ നിറം ഉണ്ടാവുന്നേ ഉള്ളൂ. ചന്ദനം ഒരിക്കലും നമുക്ക് കിട്ടാൻ വളരെ മുട്ടി ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒരച്ച ആ ചന്ദനത്തിന് ഇത്ര നിറമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ചന്ദനം ഇപ്പോൾ കിട്ടാനില്ലാത്തത് കൊണ്ടും അതിനൊരുപാട് വിലയുള്ളത് കൊണ്ടും ശുദ്ധി ഉണ്ടെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നൊരു സാധനം ഭസ്മം മാത്രമാണ്. അതിൽ ഒരുപാട് ഫോൾട്ടുകളുണ്ട്. പക്ഷെ എങ്കിലും അഗ്നിയിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ അശുദ്ധിയില്ല. ഉണ്ടോ? അഗ്നിയിൽ എന്ത് കടന്നാലും അശുദ്ധിയില്ല, ശുദ്ധമായിട്ടാണ്. പശുവിന്റെ ചാണകം അഗ്നിയിൽ കടന്നു വന്നാൽ വിശുദ്ധമായി, ഭസ്മമായി. ആ ഭസ്മത്തെ വലങ്കയിലെടുത്ത് ഓം നമഃശിവായ എന്നോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രമോ ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം തുടങ്ങുന്ന മന്ത്രമോ ജപിച്ച്, യഥാശക്തി ജപിച്ച്, വെള്ളം വീഴ്ത്തി, പകൽ സമയത്താണെങ്കിൽ രാവിലത്തെ കുളിക്ക് വെള്ളം വീഴ്ത്തി നനച്ചുകൊണ്ട് ഉച്ചിയില്, നെറ്റിയില്, കഴുത്തിൽ, മാറിടത്തിൽ, ഇരു തോളുകളിലും, കൈയുടെ സന്ധിയിൽ, കൈത്തണ്ടയിൽ, വയറിൽ, പുറത്ത് എന്നിങ്ങനെ തൊട്ട് 3 വരെയാണ് രാവിലെ. ത്രിപുണ്ഡ്രം എന്ന് പറയും. 3 ചൂണ്ടുവിരൽ, നടുവിരൽ, മുതലുവിരൽ 3 വരയ്ക്കണം. സ്ത്രീകൾക്ക് ഏകരേഖയാണ്, ത്രിപുണ്ഡ്രം വേണ്ട, ഒറ്റ രേഖയാണ്. ഭസ്മരേഖാങ്കിതമായിരിക്കണം നെറ്റി. ഭസ്മം തൊടാൻ ആ തമിഴിൽ രസമായിട്ട് പറയും, നീരില്ല നെറ്റിപ്പാൾ. നീരെന്ന് പറഞ്ഞാൽ അവിടെ ഭസ്മമാണ്. ഭസ്മമില്ലാത്ത നെറ്റി പാഴാണ്. തമിഴിലെ വിശ്വപ്രസിദ്ധനായിട്ടുള്ള ഒരു പ്രഭാഷകൻ, മഹാനായ ഒരു ആചാര്യൻ, വാരിയാർ സ്വാമികൾ, കൃപാനന്ദ വാരിയാർ, ഒരിക്കലും ട്രെയിനിൽ പോകുമ്പോൾ, പ്രായമുള്ള ആളാണ്, ഈ ഭസ്മത്തിൻ്റെ ഒരു വിശേഷമുണ്ട്. അസുഖമുള്ളപ്പോഴും തൊടാം. ഇനി അന്ന് കുളിക്കാൻ പറ്റിയില്ല, സുഖമില്ലാത്തതുകൊണ്ടെന്ന് വെച്ചാലും അപ്പോഴും ഭസ്മം തൊടാം. ചന്ദനത്തിന് അങ്ങനെ പറ്റില്ല, ചന്ദനം കുളിച്ചാലേ പറ്റൂ. മനസ്സിലായില്ലേ? ഭസ്മം വിശുദ്ധമാണ് എപ്പോഴും. കൃപാനന്ദ വാരിയാർ ട്രെയിനിൽ പോകുമ്പോൾ
രാവിലെ എഴുന്നേറ്റ് ട്രെയിനിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് മുഖവും പാദമൊക്കെ കഴുകി വന്ന് അദ്ദേഹം നെറ്റിയിൽ ഇങ്ങനെ ഭസ്മം തൊടുകയാണ്, വാരി പൂശുകയാണ്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന എതിർഭാഷത്തിരിക്കുന്ന ഒരു പയ്യൻ ഇത് കണ്ടിട്ട് അവന് തമാശ തോന്നി. അവൻ ചോദിക്കുകയാണ്, എന്തിനാ അങ്ങനെ രാവിലെ തന്നെ വെള്ളം വലിക്കണത് എന്ന്. ഈ വെള്ളം വലിക്കാറ് മനസ്സിലായോ? വൈറ്റ് വാഷ്. ഇവിടെ എന്താണ് പറയുക? കുമ്മായി അടിക്കുക. ഞങ്ങളവിടെ വെള്ളം വലിക്കുകയെന്ന് പറയും. അതായത് ഈ വൈറ്റ് വാഷ് ചെയ്ത് എന്തിനാ രാവിലെ ഭക്ഷണം തുടങ്ങണേനെ. അപ്പൊ അദ്ദേഹം നല്ല അതേ ഭാവത്തിൽ നല്ലൊരു മറുപടി പറഞ്ഞു, അതേ ആൾതാമസം ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ല? വീട്ടിൽ ആൾതാമസം ഉള്ളപ്പോഴേ വെള്ളം ഒഴിക്കുന്ന ആവശ്യമുള്ളൂ, വൈറ്റ് വാഷിന് ആവശ്യമുണ്ടല്ലെങ്കിൽ. ആൾതാമസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ശിവനുണ്ടെന്ന് ബോധമുള്ളവൻ, ഉള്ളിൽ ആത്മചൈതന്യമുണ്ടെന്ന് ബോധമുള്ളവൻ ഭസ്മം ധരിക്കണം. മനസ്സിലായോ? വ്യക്തമായോ? അതുകൊണ്ട് ഭസ്മം ധരിക്കാൻ മടി കാണിക്കരുത്. ഈ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ശൈവ സിദ്ധാന്തമാണ്. എത്ര നിഷേധിച്ചാലും ശരി, അതിന് പഴനി മലയുമായും മുരുകനുമായുള്ള ബന്ധം നിഷേധിക്കാവുന്നതല്ല. കാരണം ശിവഗിരി എന്ന പേര് പഴനി മലയുടെ സംസ്കൃത നാമമാണ്. പഴനി മലയുടെ സംസ്കൃത നാമമാണ് എന്ത്? ശിവഗിരി. ഗുരുദേവൻ അത് ശിവഗിരി നേടാൻ കാരണം തന്നെ ശിവപുത്രനായിട്ടുള്ള സ്കന്ദന്റെ പേരിലാണ്. സുബ്രഹ്മണ്യനെ ഉപാസിച്ച് ദർശനം നേടി താതാത്മ്യം വരുത്തിയ മഹാത്മാവാണ് ആര്? നാരായണ ഗുരുദേവൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭസ്മം ധരിക്കാൻ പഠിക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. നെറ്റി ഭസ്മം ധരിക്കണം. അത് നമ്മുടെ അന്തസ്സിന്റെ, നമ്മുടെ പരമ്പരയുടെ മാന്യതയാണ്. ഓരോരുത്തരും അവനവന്റെ പരമ്പരയുടെ ചിഹ്നങ്ങളെയാണ് ധരിക്കേണ്ടത്. ഇന്നിപ്പോ ഹിന്ദു കുട്ടികളുടെ കഴുത്തിൽ കൊന്തയായി. മനസ്സിലായില്ലേ? അത് മാറണം. അവരുടെ പരമ്പര അവർ ചെയ്തോട്ടെ, നമ്മുടെ പരമ്പരയുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അങ്ങനെ ചിന്തിക്കണം. ഇത് സ്പർദ്ധയല്ല, മറിച്ച് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിങ്ങളോടിപ്പോൾ അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഉടനെ നിങ്ങൾ പിന്നെ എല്ലാവരും മതേതരത്തായിക്കോട്ടെ, അയൽവക്കത്തെ ഔവക്കറിന്റെ അപ്പുറത്തെ വർഗീസിന്റെ പേര് പറയൂ, ഇല്ലല്ലോ. അതുപോലെ സ്വാഭാവികമായ നിങ്ങളുടെ അഭിമാനമാണ് ഈ ശൈവമായിട്ടുള്ള ഉപാസനാ മാർഗമെന്നുള്ളത്. കാരണം ഗുരുദേവൻ കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള ഉപാസനാ മാർഗം ശിവലിംഗത്തിലുള്ള ഉപാസനയാണ് കൂടുതൽ. അതിന്റെ ഒരു അവസാനം എന്നോണം, അതായത് ഉപാസനയുടെ അവസാനം എന്നോണം വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീതുല്യം നിജാന്തർഗതം എന്ന് ആചാര്യസ്വാമിയോട് പറഞ്ഞതുപോലെ ഒരു ദർപ്പണം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദർപ്പണമല്ല പ്രതിഷ്ഠിച്ചത്, പ്രണവത്തെയാണ് പ്രതിഷ്ഠിച്ചത്. വെറും കണ്ണാടി കണ്ടുപോരുന്നവന് വിവരമില്ലാത്തവനാണ്. ഞാനൊരു ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ഒരാൾ നിന്നിട്ട് ഗംഭീരമായിട്ട് മുടി ചെയ്യുകയാണ്. ഇപ്പോൾ ഹോട്ടലിലെ തൊഴിലാളി വന്നിട്ട് ചൂടാവാണ്, തനിക്ക് വല്ല ബോധമുണ്ടോ, ഇവിടെ നിന്നാണോ മുടി ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ചോദിക്കും, എന്താ ഇവിടെ നിന്ന് മുടി ചെയ്യാൽ? അപ്പോൾ അതല്ല അവിടെ എഴുതി വെച്ചത് കണ്ടോ? അയ്യോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് എഴുതി വെച്ചത് മുടി ചെയ്യരുത്, മുടി ചീകരുത് എഴുതി വെച്ചത് അത് കാണുന്നില്ല. കണ്ണാടിയിൽ നോക്കിയിട്ട് മുടി ചീകി പോവാണ്. ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഇങ്ങനെ ഭൂരിപക്ഷം ആളുകളും പ്രസംഗിക്കുന്നത് കണ്ടിട്ട് വിഷമം തോന്നുകയാണ്. അദ്ദേഹം അതിൽ പ്രണവം ആലേഖനം ചെയ്ത് ഇവരുടെ ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല. അതാണ് അത്ഭുതം. അതിൽ പ്രണവം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വേദത്തിന്റെ മുഴുവൻ താല്പര്യവും വേദാന്ത ദർശനത്തിലാണ്. വേദാന്ത ദർശനത്തിൽ തന്നെയാണ് ഔപനിഷദമായ വിദ്യ ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഉപനിഷത്തുക്കളിൽ ഏറ്റവും രാജാവ് എന്ന് പറയപ്പെടുന്ന ഏറ്റവും ചെറിയ ഉപനിഷത്തായിട്ടുള്ള മാണ്ഡൂക്യ ഉപനിഷത്തിനെയാണ്. ഉപനിഷത്തിന്റെ മുഴുവൻ സാരസർവസ്വവും മാണ്ഡൂക്യ ഉപനിഷത്തിലുണ്ട്. ആ മാണ്ഡൂക്യ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ പ്രണവത്തെ വിശദീകരിക്കുന്ന ഉപനിഷത്താണ്. ചെറിയ ഉപനിഷത്താണെങ്കിലും ശങ്കരാചാര്യസ്വാമികളുടെ ഗുരുവിന്റെ ഗുരുവായ ഗൗഡപാദാചാര്യർ അതിന് കാരിക എഴുതിയിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഓമിത്യേതദ് അക്ഷരവിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവം ഓംകാരേവ യച്ഛാന്യ ത്രികാലാതീതം തദപി ഓംകാരേവ. ഓമിതി, ഓം എന്ന് പറയുന്ന ഈ ശബ്ദം അക്ഷരമാണ്, നാശമില്ലാത്തതാണ്. ഇത് തന്നെയാണ് പ്രപഞ്ചമായി തീർന്നിരിക്കുന്നതും. ഓരോ അണുവിലും തുടിക്കുന്നത് ഓം ഓം എന്ന ശബ്ദമാണ്. കടലിന്റെ ഇരമ്പം ഓംകാരമാണ്. ചെവി രണ്ടും അടച്ചു പിടിച്ചാൽ ഓംകാരമാണ് കേൾക്കുന്നത്. ശൂന്യതയുടെ ശബ്ദം ഓംകാരമാണ്. പൂർണ്ണതയുടെ ശബ്ദവും ഓംകാരമാണ്. നിശബ്ദതയെ ആലേഖനം ചെയ്യാൻ കഴിയുമെങ്കിൽ അതും ഓംകാരമാണ്. പ്രണവമല്ലാതെ മറ്റൊന്നും തന്നെ ലോകത്തില്ല. പ്രണവാകാരമാണ് ഈ പ്രപഞ്ചം മുഴുവൻ.
എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഓം ഇത്യേതത് അക്ഷരമിദം സർവം. ദി എൻറ്റയർ യൂണിവേഴ്സ് ഈസ് നത്തിങ് ബട്ട് ദ സൗണ്ട് വൈബ്രേഷൻ, ദ പ്രൈമോഡിയൽ സൗണ്ട് വൈബ്രേഷൻ ഓം. ഓം എന്നൊരു ശബ്ദമാണ് ഈ പ്രപഞ്ചം മുഴുവനായി പരിണമിച്ചിരിക്കുന്നത്. ശബ്ദബ്രഹ്മം. അങ്ങനെ വേദാന്ത ദർശനത്തിന്റെ പരമകാഷ്ഠയിൽ വിശദീകരിക്കപ്പെടുന്നത് പ്രണവോപാസന മാത്രമാണ്. അവിടെ മറ്റു രൂപങ്ങളില്ല, അവിടെ വിഗ്രഹങ്ങളില്ല, അവിടെ ഏകാഗ്രതയ്ക്ക് മറ്റൊന്നും തന്നെ ഇല്ല. അവിടെ ആലംബമായിട്ടുള്ളതൊരു ശബ്ദം മാത്രമാണ്, അത് പ്രണവമാണ്. ഇതിനെ വളരെ മനോഹരമായിട്ട് നാരായണ ഗുരുദേവൻ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിയിടയണം എന്ന് പറഞ്ഞു. പ്രണവമുണരുക എന്ന് പറഞ്ഞാൽ ഏത് മന്ത്രം ജപിച്ചാലും, ഓം നമഃശിവായ എന്നാലും ഓം നമോ നാരായണ എന്നായാലും ഏത് മന്ത്രം നിരന്തരം പുരസ്കരണം ചെയ്താലും ആ മന്ത്രത്തിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം പോയാലും അവസാനം ഓം ഓം എന്ന പ്രണവ ശബ്ദം തൻ്റെ ഉള്ളിൽ താനേ ഉയർന്നു വരും. അത് ഉപാസനയുടെ പരമകാഷ്ഠയാണ്. എല്ലായിടത്തും ഓംകാരം കേൾക്കാൻ അവന് സാധിക്കുന്നു. അതാണ് പ്രണവമുണരുക എന്ന് പറഞ്ഞത്. പ്രണവം ഉണരുക മാത്രമല്ല, പിറപ്പ് ഒഴിയുകയും ചെയ്യുന്നു. എന്താ പിറപ്പ്? ഇനിയൊരു ചിന്ത അവിടെ ഉണ്ടാവുന്നില്ല. മനസ്സിൽ ചിന്തകളൊന്നും വരാതെ ഓംകാരത്തിന്റെ ഒരു അലയടിക്കുന്ന സമുദ്രമായി ചിത്തം ശാന്തി വെറും. അങ്ങനെ ശാന്തിയെ നേടിയ ഒരു യോഗിയുടെ അടുത്ത് പോയി അദ്ദേഹത്തെ സേവിച്ച് അദ്ദേഹത്തോട് സംശയങ്ങൾ ഉണർത്തിച്ച് ജീവിച്ചാൽ തനിക്കും അത് നേടാമെന്ന് പറയും. പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും. ഇനി ജന്മമില്ല അദ്ദേഹത്തിന്. യദ്ഗത്വാ നനിവർത്തന്തേ തദ്ധാമ പരമം മമ. എവിടെ എത്തിയാൽ പിന്നീട് തിരിച്ചുവരവില്ലയോ നിവർത്തനമില്ലയോ ആ പരമകാഷ്ഠ എന്ന് ഭഗവത്ഗീത പറയുന്ന ഇടം അതാണ് പിറപ്പൊഴിഞ്ഞു വാഴും. ഈശാവാസ്യോപനിഷത്തിന്റെയും മറ്റും മലയാളീകരിച്ച ഭഗവാൻ നാരായണ ഗുരുദേവന്റെ ആ ഭാഗമെടുത്ത് വായിച്ചാൽ ഉപനിഷത്തിനോട് സമം നിൽക്കുന്ന മലയാളം നാരായണ ഗുരുദേവൻ മാത്രമേ പറയാൻ പറ്റിയിട്ടുള്ളൂ. അതിന് കാരണം വചദ്ഭുവേ നമ എന്ന് വാക്കിന്റെ പതിയായി നാം വർണ്ണിക്കുന്ന സുബ്രഹ്മണ്യനാണ് അദ്ദേഹത്തിന്റെ നാവിൽ കളിയാടുന്നത്. വചദ്ഭുവേ എന്ന മൂലമന്ത്രം കൊണ്ട് വാക്കിന്റെ പതിയായിരിക്കുന്ന ദേവസേനാധിപതിയെ സാക്ഷാത്കരിച്ചതിന്റെ ഫലമാണ് എഴുതിയതൊക്കെ ലോകോത്തരമായ സാഹിത്യമാണ്. ലോകോത്തരമായ സാഹിത്യം മാത്രമല്ല, ലോകോത്തരമായ ദർശനങ്ങളാണ്, ഋഷിത്വമാണ്. ഈ പറഞ്ഞു വന്നതിനാണ് ഒറ്റ കാര്യ പറഞ്ഞത്, ആഗ്നേയ സ്നാനം. സുബ്രഹ്മണ്യനെയാണ് വേദത്തിൽ അഗ്നിയായിട്ട് സ്തുതിക്കുന്നത്. അഗ്നി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ്. ഇതിഹാസത്തിലും പുരാണത്തിലും എത്തിയപ്പോൾ സുബ്രഹ്മണ്യനായി, വേദത്തിൽ അത് അഗ്നിയാണ്. ആഗ്നേയ സ്നാനം എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് കൊടുത്തത് കൊണ്ട് കുളിക്കുക എന്ന് വെച്ചാൽ ഭസ്മം കൊണ്ട് ശരീരത്തിൽ കൃത്യമായി ആലേഖനം. ഭസ്മം നീര് വലിക്കാൻ നല്ലതാണ്. രാവിലെ തണുപ്പത്ത് കുളിച്ച് ഭസ്മം തൊട്ടില്ലെങ്കിലുള്ള കുഴപ്പം നീർപ്പനി, ജലദോഷം വരും. ഇപ്പൊ തമിഴൻ പറയും നീരില്ല നെற்றிപാൾ. നമ്മുടെ പാരമ്പര്യത്തെ മറന്ന് ജീവിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഫിനിഷ്ഡാണ്. എന്താണ്? കണ്ണാടി പ്രതിഷ്ഠയല്ല, പ്രണവ പ്രതിഷ്ഠയാണ്. ഉയർന്ന ജപം കൊണ്ടും മറ്റ് ആരാധന കൊണ്ടും പുഷ്ടിപ്പെട്ട മനസ്സ് ഉയർന്ന പടിയിലേക്ക് കയറാനായിട്ടാണ് പ്രണവത്തെ പ്രതിഷ്ഠിച്ചത്. നാളെ പോയിട്ട് കണ്ണാടി എന്ന് പറയരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. ശരി, ഞാൻ തിരിച്ചു വരികയാണ്. ആഗ്നേയ സ്നാനം രണ്ടാമത്തെ. മൂന്നാമത്തത് ബ്രാഹ്മസ്നാനം. എന്താ ബ്രാഹ്മസ്നാനം പറഞ്ഞാൽ? ബ്രഹ്മം എന്ന ശബ്ദത്തിന് ഇവിടെ അർത്ഥം മന്ത്രമെന്നാണ്. മന്ത്രം കൊണ്ട് കുളിക്കണം. ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ അല്ലെങ്കിൽ ഗുരുദേവന്റെ കൃതികളോ മന്ത്രതുല്യം നമ്മെ പുനിതമാക്കാൻ, നമ്മെ വിശുദ്ധമാക്കാൻ കഴിവുള്ള മന്ത്രങ്ങളെ കൊണ്ട് കുളിക്കണം എന്ന് വെച്ചാൽ ഓട്ടപ്രശ്നം പോരാ അർത്ഥം. നിന്നുകൊണ്ട് എങ്ങനെ ശരി സാറേ സലാമുണ്ട് അങ്ങനെ പോരാ. ഇരുന്ന് ജപിക്കണം. പ്രാർത്ഥന ചൊല്ലാൻ പോകുമ്പോൾ ഹിന്ദുക്കളൊക്കെ എന്തിനാണ് എഴുന്നേറ്റെത്തുന്നത് എനിക്കിപ്പോഴും അറിയില്ല. ഇരുന്നാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്, ഇരുന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ക്ഷേത്രത്തിൽ പോയി നിൽക്കുന്നത് ക്ഷേത്രത്തിലെ ദേവന് രാജാവിന്റെ സ്ഥാനമുള്ളത് കൊണ്ടാണ്. എന്നാലും നമ്മളവിടെ പ്രണിപാതേന പരിപ്രശ്നേന സേവയാന്ന് പറഞ്ഞതുപോലെ വീണ് നമസ്കരിക്കണം ക്ഷേത്രത്തിൽ. ഗുരുദേവനെ വിശേഷിച്ചും വീണ് നമസ്കരിക്കാനുള്ള കാരണം യതിയാണ്. എന്തുകൊണ്ടാണ്? സന്യാസിക്ക് ദണ്ഡ നമസ്കാരം ചെയ്തു കൊള്ളണം. ആരും, രാജാവ് പോലും സന്യാസിയെ കണ്ടാൽ ദണ്ഡ നമസ്കാരം ചെയ്തു കൊള്ളണം. അപ്പൊ പിന്നെ സംയമീന്ദ്രനായിട്ടുള്ള ഇദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ചില്ലെങ്കിൽ അതിന്റെ കുറച്ചിൽ എനിക്കില്ല. അതുകൊണ്ട് മനസ്സിലായി. സംയമീന്ദ്രൻ അദ്ദേഹത്തെ പറ്റി എഴുതിയത് വേറെ ആരുമല്ല, അദ്ദേഹം തന്നെയാണ്.
അദ്ദേഹവും രമണ മഹർഷിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. തിരുവണ്ണാമലയിൽ ഭഗവാൻ രമണ മഹർഷിയെ കണ്ടിട്ട് ഇവർ തമ്മിലൊന്നും വേണ്ടിയിട്ടില്ല. ഒറ്റ വാക്ക് രമണ മഹർഷി ഗുരുദേവനോട് പറഞ്ഞു. ഉച്ചനേരത്താ പോയത്. മലയാളത്തിൽ രമണ മഹർഷി തമിഴനാണ്. മലയാളത്തിൽ പറഞ്ഞു ഊണ് കഴിക്കാം എന്ന് പറഞ്ഞു. ഗുരുദേവൻ തിരിച്ച് തമിഴിലാണ് മറുപടി പറഞ്ഞത്. എന്താ പറഞ്ഞാൽ അറിയോ? സ്വാമിയാർ പ്രസാദം ശാപ്പിടലാം, സ്വാമിയുടെ പ്രസാദം കഴിക്കാം, തമിഴിൽ ഗുരുദേവൻ പറഞ്ഞു. രണ്ടുപേരും ആഹാരം കഴിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ രമണാശ്രമത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു, അങ്ങ് ഇവിടെ വരെ വന്നതാണല്ലോ, ദയവുണ്ടാവണം, എന്തെങ്കിലും ഒന്ന് എഴുതുക വിസിറ്റേഴ്സ് ഡയറിയിൽ. നിമിഷകവിയായ നാരായണ ഗുരുദേവൻ അവിടെ വെച്ചാണ് നിർവൃതി പഞ്ചകം എഴുതിയത്. പെൻസിലുകൾ വാങ്ങിയിട്ട് നിർവൃതി പഞ്ചകം എഴുതി. നിർവൃതി പഞ്ചകം രമണാശ്രമത്തിൽ വസിക്കുന്ന ഭഗവാൻ രമണ മഹർഷിയുടെ അവസ്ഥയെ കുറിക്കുന്നതാണ്. അതിൻ്റെ ഒടുവിൽ രമണ മഹർഷിയെ പറ്റിയിട്ട് ഗുരുദേവൻ ആ കൃതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രശാന്ത ഗംഭീര നിജസ്വഭാവൻ എന്നാണ്. രമണ മഹർഷിയെ പറ്റിയിട്ട് പ്രശാന്ത ഗംഭീര നിജസ്വഭാവം. ഗുരുദേവൻ സ്വയം ആരാണ് എഴുതിയിട്ടുണ്ട്? നാരായണ സംയമീന്ദ്രൻ എന്നാണ് എഴുതിയിട്ടുണ്ട്. സംയമികളുടെ, സന്യാസിമാരുടെ, യതികളുടെ ഇന്ദ്രൻ, യതികളുടെ രാജാവ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് എഴുതാൻ അദ്ദേഹത്തിന് യോഗ്യതയുള്ളതുകൊണ്ടാണ്. ഇറങ്ങി പോകുന്ന സമയത്ത് കുഞ്ചുസ്വാമി ആരാണെന്ന് അറിയില്ല. രമണ മഹർഷിയുടെ അടുത്തുണ്ടായിരുന്ന ഒരാള്, അല്ല ഗുരുദേവന്റെ ഒരു ശിഷ്യൻ ഗുരുദേവനോട് ചോദിച്ചു, ഇവിടുത്തെ സ്വാമി എങ്ങനെയുണ്ട് എന്ന് രമണ മഹർഷിയെ പറ്റി ചോദിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, രാജവെമ്പാലയാണ്, ഊതിയാൽ മതി, കടിക്കേണ്ട ആവശ്യമില്ല. കാരണം രമണ മഹർഷി ദീക്ഷ കൊടുത്തിരുന്നത് തൊട്ടുകൊണ്ടല്ല, ദൃഷ്ടി കൊണ്ടാണ്. മയൂര ദൃഷ്ടി നോക്കിയാൽ തന്നെ ആൾക്ക് ജന്മബന്ധാർക്കും, അങ്ങനത്തെ അത്രയും മഹാനായിരുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓരോ ഉപമയുടെ പിന്നിലും ഒരു വലിയ ശാസ്ത്ര സത്യം ഒളിപ്പിച്ചു വെക്കുകയാണ് മഹാപുരുഷന്മാർ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത ജനങ്ങളോടാണ് പറഞ്ഞതെന്ന് മാത്രം ആണ് കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഇവരെയൊക്കെ തെറ്റിദ്ധരിച്ചത്. ഇപ്പൊ ബ്രാഹ്മസ്നാനം ചെയ്യുക, മന്ത്രം ജപിക്കുക, യഥാശക്തി വിളക്ക് തെളിച്ചിരുന്ന് മൂന്നാമത്തെ കുളിയും കുളിച്ചേ ആഹാരം കഴിക്കാവൂ. പറ്റുമോ? നാളെ മുതൽ പറ്റുമോ? നാളെ മുതൽ പറ്റില്ലെങ്കിൽ സീരിയൽ കണ്ട് നശിച്ചു പോവുക. മനസ്സിലായില്ലേ? അനുഗ്രഹം കൊടുത്തു, ശാപവും കൊടുത്തു. എടുക്കേണ്ടവർക്ക് എടുക്കാം. വീട്ടിൽ നിത്യേന വിളക്ക് തെളിക്കണം. നമുക്കൊരാചാരമുണ്ട്. അഗസ്ത്യ മുനിയിൽ തുടങ്ങിയിട്ടുള്ള സിദ്ധ പാരമ്പര്യം നിങ്ങൾക്ക് നാരായണ ഗുരുദേവനിൽ കാണാം. അതേപോലെയുള്ള തന്ത്ര പാരമ്പര്യം നാരായണ ഗുരുദേവനിൽ കാണാം. ശങ്കരാചാര്യരുടെ വൈദിക വേദാന്ത പാരമ്പര്യം നാരായണ ഗുരുദേവനിൽ കാണാം. ഇങ്ങനെ ഒരു ത്രിവേണി സംഗമമാണ് നാരായണ ഗുരുദേവൻ അവശേഷിപ്പിച്ചു പോയിട്ടുള്ള എല്ലാ കൃതികളും. അത് പഠിക്കാൻ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോ? സീരിയൽ കഴിഞ്ഞിട്ട് സമയമുണ്ടോ എന്നുള്ളതാണ് കാതലായ ചോദ്യം. മനസ്സിലായില്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ അടുത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു കുട്ടി വന്നിട്ട് പറഞ്ഞു, സാർ അച്ഛൻ ദേവസ്വം ബോർഡിലായിരുന്നു ജോലി, ഇപ്പൊ ചിത്തഭ്രമാണ്. കേട്ടിട്ട് തമാശ തോന്നണ്ട. ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഇപ്പൊ ചിത്തഭ്രമാണ് എന്ന് പറഞ്ഞു. അതായത് രാത്രിയൊക്കെ ഉറങ്ങാതെ കൊടുവാളെടുത്ത് നടക്കുകയാണത്രേ. വീട് ആരോ ആക്രമിക്കാൻ പറ്റുന്നുണ്ട്, ഉറങ്ങാതെ കൊടുവാളിട്ട് നടക്കണം, വാളുമായിട്ടാണ്. ഇപ്പൊ മകൻ ഉറങ്ങാൻ പറ്റുന്നില്ല, മരുമകൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അച്ഛൻ്റെ ഈ അങ്കലാപ്പമുണ്ട്. എൻ്റെ അടുത്ത് വന്ന് പറയാം, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാക്കാം, അല്പം ഭസ്മം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഭസ്മം കൊണ്ടുവന്ന് ഞാൻ ഏതാണ്ട് ഒരു 18 ദിവസം എടുത്തു ജപിക്കാൻ. 18 ദിവസം ഒരു മന്ത്രം ജപിച്ചിട്ട് അത് കൊടുത്തു. അച്ഛൻ അത് നെറ്റി തൊട്ട് കൊടുക്കൂ, ദിവസേന മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല, നല്ല മാറ്റം ഉണ്ടായി. നല്ല മാറ്റം ഉണ്ടായത് മാത്രമല്ല, അയാൾ മരിച്ചു. ശാന്തനായിട്ടാണ് മരിച്ചത്. പ്രശ്നങ്ങളെല്ലാം ഒടുങ്ങിയിട്ടാണ് മരിച്ചത്. ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്ന സമയത്ത് വല്ല കക്കലും പൊട്ടികളൊക്കെ നടത്തിയിട്ടുണ്ടാവും. അപ്പം ദേവന പെൻഷൻ്റെ കൂടെ ഇതുകൂടി കൊടുത്തു വിടുകയാണ്. അങ്ങനെ കൂട്ടിയാൽ മതി. ചോറ്റാനിക്കരായി ജോലി ചെയ്തിരുന്നതേ, ഇപ്പം പറയും വേണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എവിടെ ജോലി ചെയ്താലും സത്യസന്ധരായിരിക്കുക. ഒരു പൈസ കക്കരുത്. മോട്ടിച്ചാൽ അതിന് ഫലം അനുഭവിച്ചേ പറ്റൂ. പക്ഷേ അതൊരുപാട് അനുഭവിച്ചപ്പോൾ തീരാനായ സമയത്തായിരിക്കും. ഞാൻ എന്തു മന്ത്രമായിരിക്കാം ജപിച്ച് നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും. വളരെ സിമ്പിളാണ്. നാരായണ ഗുരുദേവൻ വിരചിച്ച ബാഹുലേയ അഷ്ടകം ചിത്തഭ്രമത്തിന് ഉത്തമമായ മരുന്നാണ്. മനസ്സിലായോ?
അപ്പോൾ വെറുതെ ഒരു കൃതി എഴുതിയിട്ട് ആളുടെ മുമ്പിൽ ഞാൻ കവിയാണെന്ന് കാണിക്കാൻ വേണ്ടി എഴുതിയതല്ല ഒന്നും. എല്ലാം ഇതുപോലെ പ്രാർത്ഥിച്ച പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. മഹാത്മാക്കൾ അങ്ങനെ എഴുതും. വെറുതെ എഴുതിയിട്ട് ഞാൻ ഇത്ര പുസ്തകം എഴുതി എന്ന് പറയുന്ന ആളല്ല. മറിച്ച് സാധാരണ ജനങ്ങൾ അവരുടെ ദീനതകൾ, വിഷമങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനിതാണ് പരിഹാരം എന്ന് എഴുതി കൊടുത്തു. അങ്ങനെയല്ല എല്ലാ കൃതികളും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു സ്കൂളിൽ ചെന്ന് ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് എഴുതി തരണം, ഉടനെ ദൈവദശകം ഉണ്ടാവുകയാണ്. ദൈവദശകം എന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വേൾഡ് ഫേമസ് മലയാളം കവിതയായി മാറി. ദൈവദശകമൊക്കെ നിങ്ങൾക്ക് തോന്നും സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ അത് ഗൂഢമായ പലതും അടങ്ങിയതാണ്. ഈ ബാഹുലയാഷ്ടകം എടുത്തു കഴിഞ്ഞാൽ അതിൽ സുബ്രഹ്മണ്യന്റെ പല പല ബീജാക്ഷരങ്ങളെ പല രീതിയിൽ മിശ്രണം ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ആ ബീജാക്ഷരങ്ങൾ ചൊല്ലിക്കൊണ്ട് ജപിച്ച ഭസ്മം തൊട്ടാൽ പോലും ചിത്തഭ്രമം ശാന്തി. ഇപ്പൊ നിത്യം ബാഹുലയാഷ്ടകം ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യമാർ കൈ പൊക്കുക എന്ന് പറഞ്ഞാൽ പൊക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പൊക്കാൻ പറ്റില്ല. കള്ളുകൂടിയൊക്കെ നിൽക്കും, മനസ്സിന്റെ ചാഞ്ചല്യമൊക്കെ നിൽക്കും. കുട്ടികൾക്ക് മനഃശാഞ്ചല്യം ഉണ്ടെങ്കിലൊക്കെ നല്ലതാണത്. വേറൊരു മന്ത്രം നിങ്ങൾ ജപിക്കണ്ട. വെറുതെ പെട്ടെന്നൊരു ദിവസം നാളെ നവോത്ഥാനം നടത്തിക്കളയാമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ച ആളല്ലല്ലോ. സിദ്ധ പാരമ്പര്യം, ഹഠയോഗവും പ്രാണായാമവും കുണ്ടലിനി തന്ത്രവും, അത് മനസ്സിലാക്കണമെങ്കിൽ കുണ്ടലിനി പാട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ആടുപാമ്പേ കുലം തേടുപാമ്പേ എന്ന് തുടങ്ങിയിട്ടുള്ള കൃതി വായിച്ചാൽ കുണ്ടലിനി തന്ത്രം മുഴുവൻ തനി മലയാളത്തിൽ നാടൻ പാട്ടിന്റെ ചേലിൽ ഉരുക്കി എഴുതിയിട്ടുണ്ട്. എഴുതിയതെല്ലാം നമുക്ക് വേണ്ടി എഴുതിയതാണെന്ന് ബോധ്യമുണ്ടാവണം. ഇതൊന്ന് സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു പരിഭവം, ദിവസത്തിന് 24 മണിക്കൂർ പോരാ എന്നുള്ളതാണ്. കാരണം പഠിച്ചു തീരാത്ത വിദ്യകളാണ് 99%. പഠിച്ചത് ഒരു തരിമ്പ് മാത്രമാണ്. നിങ്ങളുടെയൊക്കെ ജീവിതം എത്ര ധന്യമാണ്. ഒന്നും പഠിക്കാനില്ല. സന്ധ്യ ആയാലും സുഖമായിട്ട് സീരിയൽ കാണും, കൂർക്കം വലിച്ച് ഉറങ്ങാം, എത്ര നേരം വേണമെങ്കിൽ ഉറങ്ങാം. സൂര്യൻ വന്നോ പോയോ എന്നുള്ളത് നമ്മുടെ ബാധ്യതയല്ല. അങ്ങനെ ആവരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്. സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് സൂര്യനെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കണം ഒരു ഗൃഹസ്ഥ എന്നാണ്. ഗൃഹനായി കുട്ടികൾ സൂര്യോദയത്തിന് ശേഷവും കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മാറാനുള്ള നല്ലൊരു വിദ്യ പറഞ്ഞു തരാം. ആഗ്രഹിക്കുന്നുണ്ടോ? കുട്ടികൾ സൂര്യോദയത്തിന് ശേഷവും കിടന്നുറങ്ങുന്നുണ്ട്, അത് മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഖാദി ഗ്രാമോദ്യോഗ ഭവനിൽ പോവുക, ഇത്രയും നീളമുള്ളൊരു ചൂരൽ വാങ്ങുക, എന്നിട്ട് അത് നന്നായിട്ട് എണ്ണ തടവി വെയിലത്ത് വെക്കുക. നല്ല ദാർഢ്യം വരും. ചന്തിക്ക് പടയ്ക്കുക. മനസ്സിലായോ? ഒരു ദിവസം അടി കിട്ടിയാൽ പിറ്റേന്ന് താനെ എഴുന്നേറ്റുള്ളൂ. താടനാഥ് അടികൊണ്ട് ബഹവോ ഗുണാഹ, ഒരുപാട് ഗുണമുണ്ട്. ലാളനാഥ് ബഹവോ ദോഷാഹ, ലാളിക്കുന്നുണ്ടോ ഒരുപാട് ദോഷങ്ങളുണ്ട്. കൊഞ്ചിക്കൽ, കുട്ടികൾക്ക് ആഹാരം അല്പം മതി. ഈ ഹോർലിക്സ് ഒന്നും കൊടുക്കുകയേ ചെയ്യരുത്. ഒരു ഔഷധമൂല്യവുമില്ലാത്ത വെറും തട്ടിപ്പിന്റെ പരസ്യം മാത്രമാണത്. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുമ്പോൾ, കാരണം അയാളുടെ വീട്ടിലേക്ക് അരി വാങ്ങുന്നത് ബൂസ്റ്റിന്റെ പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ടാണ്. അതാണ് സീക്രട്ട്. 10 കോടിയോ 20 കോടിയോ 50 കോടിയോ അല്ലെങ്കിൽ 100 കോടിയോ വാങ്ങിയിട്ടാണ് 10 സെക്കൻഡ് പരസ്യത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ അവന്റെ ആരോഗ്യത്തിന് ബൂസ്റ്റിനല്ലേ കാരണം? ഇത് കണ്ടിട്ട് ചാവാരിയായിരിക്കുന്ന നമ്മൾ എന്തിനത് വാങ്ങി തിന്നണം? സ്വന്തം വീട്ടിലേക്ക് അരി വാങ്ങാൻ കഴിവില്ലാത്ത നമ്മൾ എന്തിനെ ഈ കച്ചവട കുണ്ടത്തിൽ വീഴണം? കുടുംബം ഭദ്രമാവണമെങ്കിൽ പരസ്യവാചകങ്ങളെ ആദ്യം പഠിക്ക് പുറത്ത് കടത്തണം. മാതൃഭൂമി ആരോഗ്യമാസിക, മനോരമയുടെ ആരോഗ്യം, ഇത് രണ്ടും വീട്ടിൽ കയറ്റരുത്. സംശയങ്ങളാണ് സെക്സിനെ പറ്റി. സെക്സ് ഒന്നും വലുതായിട്ട് എഴുതാത്ത ഒരൊറ്റ ആരോഗ്യമാസിക ചിലവാവുന്നില്ല. കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടി വേണ്ടാത്ത കഥകളും ഇല്ലാത്ത ഭ്രമകൽപ്പനകളും ഇല്ലാത്ത ടെസ്റ്റുകളും ഡോസുകളും നമ്മുടെ നെഞ്ച് തട്ടിച്ചിരിപ്പിക്കും. അലോപ്പതിയെ ഞാൻ കുറ്റം പറയുകയല്ല, ആരോഗ്യമാസികയും ആരോഗ്യത്തെയും ആ കുറ്റം പറഞ്ഞത്. ആരോഗ്യമെന്ന മാസികയും അതുപോലെ അനേകം ആ വിഭാഗത്തിൽപ്പെട്ട എല്ലാം വാങ്ങരുത്. വനിത വിഷമാണ്. വനിത എന്നൊരു മാഗസിനുണ്ട്.
മനോരമ ആഴ്ചപ്പതിപ്പ് ഈ നാട്ടിൽ ഈ കോട്ടയത്ത് നിന്ന് അച്ചടിക്കുന്നതാണ്. ഇതൊന്നും വാങ്ങി വായിക്കരുത്, വിഷമാണ്. ഇല്ലാത്ത കഥകൾ സങ്കല്പിച്ച് എഴുതിയുണ്ടാക്കുകയാണ്. കുട്ടികളിൽ അനാവശ്യമായ തെറ്റിദ്ധാരണകൾ പടർത്തുകയാണ്. സാർ, എൻ്റെ മുഖത്ത് മുഖക്കുരുവുണ്ട്, ഞാൻ എന്തു ചെയ്യണം? പിന്നെ മുഖത്ത് മൂലക്കുരുവാണ് ഉണ്ടാവുക? മുഖത്ത് മുഖക്കുരു ഉണ്ടാവില്ലേ? ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ നശിക്കുന്നതാണ്. ശീര്യത്തെ, ചീഞ്ഞു പോകുന്നത് കൊണ്ട് ഇതിന്റെ പേര് ശരീരം. പഴയ ഋഷിമാർ വെറുതെയല്ല, ഓരോ വാക്കിനും പിന്നിലൊരു ശാസ്ത്രമുണ്ട്. ദേഹം, ദഹ്യത്തെ, ദഹിച്ചു പോകുന്നത് കൊണ്ട്, അഗ്നിക്കിരയാക്കപ്പെടുന്നത് കൊണ്ട് ദേഹം. ഈ താത്വിക ബോധമുള്ള നാട്ടിലാണ് ഫെയർ ആൻഡ് ലവ്ലി ഇത്രയും കച്ചവടമാകുന്നത്. മനസ്സിലായിക്കോളും. കാർട്ടൺ കണക്കിന് വാങ്ങി തേക്കുകയാണ്. ചെയ്യരുത്. താളി എന്നൊരു സാധനം കേട്ടിട്ടുണ്ടോ? അതാവാം. അതൊക്കെ മെനക്കേടാണ്. ഞെക്കിയാ കിട്ടില്ലല്ലോ. വലിയ വമ്പൻ കച്ചവട സ്ഥാപനങ്ങളുടെ പഴുപ്പാണ് ഞെക്കി പുറത്തു കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതൊന്നും വാങ്ങിയത് കുടുംബ ഭദ്രതയ്ക്കാ പറയുന്നത്. വേണ്ടാത്ത ഒരു സാധനം വീട്ടിനകത്ത് കയറ്റരുത്. പ്രത്യേകിച്ച് ഇത്തരം മാഗസീനുകൾ ചില വീട്ടുകളിലൊക്കെ ചോദിക്കുകയാണ്. ചില വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വായിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ടേബിളിൽ നമ്മൾ വനിത കൊണ്ടിട്ടേക്കും. ഞാനൊരു ദിവസം ചോദിച്ചു, എന്താ ഇവിടെ നിങ്ങൾ ഇത്ര മാന്യതയില്ലാത്തവരാണോ? നിങ്ങളുടെ ഡീപ്പോയുടെ മേലെയാണോ മലവിസർജനം ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ എന്താ ഇങ്ങനെ പറയുന്നത്? ഇത് വിസർജ്യമല്ല ഈ കിടക്കുന്നത്. വനിത ഇല്ലാത്ത പൊങ്ങച്ചൊക്കെയാണ്. ഇല്ലാത്ത പൊങ്ങച്ചൊക്കെ അത് കണ്ട് പഠിക്കുകയാണ്. നമുക്കത് വേണ്ട. ലളിതമായി ജീവിക്കുക, ഗുരുദേവൻ പറഞ്ഞതുപോലെ ജീവിക്കുക. ഓരോ ജാതിയിലും ഓരോ മഹാത്മാവ് ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ എല്ലാ ജാതിയെയും ഉയർത്താൻ വേണ്ടി, ജാതിയെ ഉയർത്താൻ മാത്രമല്ല എല്ലാ ജാതിയിലും ഓരോ മഹാത്മാവെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അല്ലാത്ത ഒരു ജാതിയില്ല. പറയനിലുണ്ട്, പുലയനിലുണ്ട്, ചെറുമനിലുണ്ട്, നായരിലുണ്ട്, നമ്പൂതിരിയിലുണ്ട്. മഹാത്മാക്കളും അവതാര പുരുഷന്മാരും എല്ലാ ജാതിയിലും ഉണ്ടായിട്ടുണ്ട്. എന്തിനായിരിക്കാം? ആ ഭേദങ്ങളുടെ മതിൽക്കെട്ട് തകർത്ത് അവരെ ആത്മസ്വരൂപത്തിന്റെ വിഹായസത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് വന്നവരാണ് അവർ. ആ പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് സമയമില്ല സുഹൃത്തുക്കളെ. വി ആർ സോ ലേറ്റ്, വി ആർ നിയറിംഗ് ഡെത്ത്. ഓരോ ദിവസവും മരണത്തോട് അടുക്കുകയാണ് ജീവിതം. ഓരോ പിറന്നാളും മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന നാളുകളാണ്. അതുകൊണ്ടാണ് ഭാരതീയൻ പറഞ്ഞത്, ജീവിതത്തിന്റെ രസം അറിയണമെങ്കിൽ മരണത്തെക്കുറിച്ച് പഠിക്കണം. മരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു ഉപനിഷത്ത് തന്നെ ഉണ്ട്. എന്താ പറയുന്ന പേര്? കഠോപനിഷത്ത്. നചികേതസ് എന്നൊരു ബാലൻ യമനുമായി നടത്തുന്ന സംവാദമാണ്. കോൺവെർസേഷൻ വിത്ത് ഡെത്ത്. മരണവുമായി നടത്തുന്ന സംവാദമാണ്. എന്താണ് മരണം? മരണശേഷം എന്ത് സംഭവിക്കുന്നു? ആ പ്രേതത്തിന് എന്ത് സംഭവിക്കുന്നു? എന്നിങ്ങനെ കാതലായി ജീവിതത്തെ പറ്റിയുള്ള ചോദ്യങ്ങളെല്ലാം ഇരിക്കുന്നത് മരണത്തിനാണ്. മരണത്തിനെ അറിഞ്ഞാൽ ജീവിതം നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നശ്വരമായ കാര്യങ്ങളിൽ ആശ തോന്നാതിരിക്കാൻ മരണം എന്നൊന്നുണ്ടെന്നെങ്കിലും ഓർക്കണം. മരണം ഉണ്ടെന്നെങ്കിലും ഓർക്കണം. 90 വയസ്സായ അമ്മമാരും പറയുകയാണ്, മോൻ്റെ കുട്ടി ഉണ്ടായിട്ട് മരിക്കാമെന്ന്. അങ്ങനെയൊന്നും സാധിക്കില്ല. എപ്പോൾ വിളിച്ചാലും ഇറങ്ങിപ്പോകണം. അതുകൊണ്ട് ജീവിതം ധന്യമാക്കണമെങ്കിൽ മരണമെന്നുണ്ടെന്നും ശരീരം നശ്വരമാണെന്നുമുള്ള വേദാന്ത ചിന്തയിലേക്ക് ഉയരണം. നശിക്കാത്തത് എന്തേ ഉള്ളൂ? നമ്മിലുള്ള സ്വരൂപം, ബോധം. അതിനെയാണ് ഈശ്വരനെന്നും ആത്മാവെന്നും ഒക്കെ വിളിക്കുന്നത്. അതൊരു വസ്തുവല്ല, ബോധപ്രത്യയമാണ്. അതിനുദാഹരണം പറയാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നം കാണുകയാണ്. SNDPയുടെ യോഗത്തിന് പോയതും അവിടെ ഒരാൾ വന്ന് സംസാരിച്ചതും അവിടെ നിന്ന് സുഹൃത്തുക്കളെ കണ്ടതൊക്കെ സ്വപ്നത്തിൽ നിങ്ങൾ കാണുകയാണ്. ആ സ്വപ്നത്തിൽ നിങ്ങൾ നിങ്ങളെയും കാണുന്നുണ്ടല്ലേ? അതാരാണ് കാണുന്നത്? ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നവൻ ആരാണ്? സ്വപ്നം യഥാർത്ഥ ജീവിതത്തെക്കാൾ തീക്ഷ്ണമായി കാണാറുണ്ട് എല്ലാവരും, അല്ലേ? ഒരടിയൊക്കെ കിട്ടുന്നത് ഉറക്കത്തിൽ കണ്ട ഭയങ്കര എഫക്റ്റാണ്. 3D എഫക്റ്റ് അല്ലേ? എന്താ പറയാ, ശബ്ദവും വെളിച്ചവും ഒക്കെ. ഈ എന്ത് വെളിച്ചത്തിലാണ് സ്വപ്നം കാണുന്നത്? വീട്ടിലെ വിളക്കണച്ചു, ബൾബ് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ ട്യൂബ് ഓഫ് ചെയ്തു, എല്ലാ ലൈറ്റും അണച്ചു, കണ്ണടച്ചു, അടങ്ങി കട്ടിലിൽ കിടക്കുമ്പോഴും ഏത് വെളിച്ചത്തിലാണ് മനസ്സിന്റെ വ്യാപാരങ്ങളെ, ചിന്തകളെ നമ്മൾ സ്പഷ്ടമായി കാണുന്നത്? ആ വെളിച്ചത്തിന്റെ പേരാണ് ചിദാഭാസം അല്ലെങ്കിൽ ചിത്പ്രകാശം. ആ വെളിച്ചത്തിന്റെ പേരാണ് ശക്തി. ആ വെളിച്ചത്തെ തന്നെയാണ് നമ്മൾ ദേവി എന്ന് വിളിച്ച് ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നത്. ആ വെളിച്ചം എവിടുന്ന് വരുന്നു? ആ വെളിച്ചത്തിന്റെ സ്രോതസ്സിനെ പേര് വിളിക്കുന്നത് ശിവൻ എന്നാണ്.
മനസ്സിൽ ചിന്തകൾ കളിയാടുന്ന, ഈ ലോകം മുഴുവൻ മനസ്സിനകത്തൊരുക്കുന്ന ചിന്തകളുടെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ജനനീ നവരത്ന മഞ്ജരി ഒന്ന് വായിച്ചു നോക്കണം. അവളൊരു മൃദു നൂലാലെ ഉണ്ടാക്കി വിട്ടിരിക്കുന്ന വലിയൊരു മൂടുപടമുണ്ടല്ലോ, ആ മൂടുപടം ചിന്തയുടേതാണ്. ഈ ചിന്തകളും സ്വപ്നങ്ങളും വ്യാപരിക്കുന്ന മനസ്സിന്റെ വെളിച്ചം ആത്മാവിന്റെ വെളിച്ചമാണ്. ആത്മാവിനെ തന്നെയാണ് ശിവൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ശിവലിംഗം പ്രതിഷ്ഠിച്ചത്? ലിംഗശബ്ദത്തിന് അടയാളം എന്നാണ് അർത്ഥം. അടയാളം അല്ലെങ്കിൽ കുറിക്കുന്നത്. പുല്ലിംഗം പുരുഷനെ കുറിക്കുന്നത്, സ്ത്രീലിംഗം സ്ത്രീയുടെ ലിംഗമാണോ? അല്ല, മറിച്ച് സ്ത്രീയെ കുറിക്കുന്നതാണ്. ലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ലൈംഗിക അവയവം എന്ന് അർത്ഥമില്ല. സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ലിംഗം എന്നാവോ? ഇല്ലല്ലോ. സ്ത്രീയെ കുറിക്കുന്നത്. നപുംസകലിംഗം എന്ന് പറഞ്ഞാൽ അതല്ലാത്ത വസ്തുക്കളെ കുറിക്കുന്നത്. അപ്പൊ ശിവലിംഗം എന്ന് പറഞ്ഞാലോ ശിവത്തെ കുറിക്കുന്നത് ശിവലിംഗം. എന്താണ് ശിവം? ശിവം ആത്മസ്വരൂപം, മംഗളസ്വരൂപം. ശിവം എന്നത് മംഗളസ്വരൂപമായ ആത്മസ്വരൂപം തന്നെയാകുന്നു. അതിനെന്താണ് ഈ ലിംഗാകൃതി വരാൻ കാരണം? അടുത്ത കാലത്ത് ദ ഹിന്ദു പത്രത്തില് നാസയിലെ ശാസ്ത്രജ്ഞന്മാര് പ്രപഞ്ചത്തിന്റെ, ഭൂമിയുടെ അല്ല, അനേക ഗ്രഹങ്ങളെയും നക്ഷത്രരാശികളെയും പേറുന്ന പ്രപഞ്ചത്തിന്റെ ഒരു മാതൃക വരച്ചിരുന്നു. ആ മാതൃകയ്ക്ക് അണ്ഡാകൃതിയായിരുന്നു. ഇറ്റ് വാസ് എൻ ഓവൽ ഷേപ്പ്. അണ്ഡാകൃതിയായിരുന്നു. ഈ അണ്ഡാകൃതിയെ പകുതി പുറത്ത് കാണും പ്രകാരം പ്രതിഷ്ഠിച്ചാൽ അത് ശിവലിംഗമായി. മനസ്സിലായോ? ഒരു പകുതി കാണുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ശിവലിംഗം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഊർജത്തിന്റെയും ഒരു മിനിയേച്ചറാണ്, ഒരു ചെറു രൂപമാണ്, ചെറു മാതൃകയാണ്. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും പൂജിക്കുന്നതിന് സമമാണ് ശിവനെ പൂജിക്കൽ എന്ന് പറഞ്ഞത് ഞാനല്ല, സാക്ഷാൽ രമണ മഹർഷിയാണ്. തിരിച്ചാ അദ്ദേഹം പറഞ്ഞത് ജഗത ഈശധീയുക്ത സേവനം അഷ്ടമൂർത്തിഭൃദേവപൂജനം. ജഗത്തിനെ മുഴുവൻ നിങ്ങൾ സേവിക്കൂ. തളർന്നു കിടക്കുന്നവൻ ആഹാരം കൊടുക്കൂ, മരുന്നില്ലാത്തവന് മരുന്ന് കൊടുക്കൂ, വിശന്നു വരുന്നവൻ ആഹാരം കൊടുക്കൂ, ആശ്വസിപ്പിക്കേണ്ടവനെ വാക്കുകൾ കൊണ്ടും തലോടൽ കൊണ്ടും ആശ്വസിപ്പിക്കൂ. നിങ്ങൾ ശിവപൂജയാണ് ചെയ്യുന്നത്. കാരണം അഷ്ടമൂർത്തിയാണ് ശിവൻ. പഞ്ചഭൂതങ്ങളായിരിക്കുന്ന എല്ലാം ശിവനാണ്. 5. സൂര്യനും ചന്ദ്രനും ശിവനാണ്, മനസ്സും ശിവനാണ്. 8. അഷ്ടമൂർത്തിന് ശിവന് പേരുണ്ട്. കാരണം പഞ്ചഭൂതാത്മകമായിരിക്കുന്ന എല്ലാം ശിവനാണ്. എല്ലാ വസ്തുക്കളും പഞ്ചഭൂതാത്മകം തന്നെ. അതുകൊണ്ട് എല്ലാം ശിവം തന്നെ. സർവം ശിവമയം. ആ ശിവനെ ആരാധിക്കാൻ എന്ത് വഴി? അപ്പൊ പ്രപഞ്ചത്തിൽ തന്നെ ആരാധിക്കട്ടെ. അതിന്റെ രൂപം മിനിയേച്ചർ ഋഷിമാർക്ക് അറിയാമായിരുന്നു. അണ്ഡാകൃതിയാണ് പ്രപഞ്ചമെന്ന്. അതുകൊണ്ടാണ് ഇതിന് ഹിരണ്യാണ്ഡം, ഒരു സ്വർണ്ണമുട്ടെന്നാണ് വിളിച്ചിരിക്കുന്ന വേദം. ഹിരണ്യലിംഗായ നമഃ എന്ന് പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഐശ്വര്യത്തെയും ചൈതന്യത്തെയും ഒരു രൂപത്തിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് ശിവലിംഗം. അത് കുറിക്കുന്നത് തന്റെ ഉള്ളിൽ അങ്കുഷ്ഠമാത്രമായി വിളങ്ങുന്ന, തള്ളവരലിനും ലിംഗാകൃതിയാണ്, അങ്കുഷ്ഠമാത്രമായി വിളങ്ങുന്ന ചൈതന്യത്തെ ലിംഗമായി, അടയാളമായി. എന്തിന്റെ അടയാളം? ആത്മാവിന്റെ അടയാളമായി, പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയുടെ അടയാളമായി പ്രതിഷ്ഠിച്ചു. ഗുരുദേവൻ ഏറ്റവും അധികം പ്രതിഷ്ഠിച്ചിരിക്കുന്നതും ശിവലിംഗം തന്നെയാണ്. ചിലർ പറഞ്ഞ അരുവിപ്പുറത്ത് വെറുതെ ഒരു കല്ലെടുത്ത് വെച്ചാണ്. ഒരിക്കലുമല്ല. ആഗമസാരം ഗ്രഹിച്ചവരാണ് ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ചാൽ തന്ത്രം പഠിക്കാതെ ഒരാൾക്ക് അങ്ങനെ എഴുതാൻ സാധിക്കില്ല. വെറുതെ പറയരുത്. തന്ത്രശാസ്ത്രത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ച ഒരാൾക്ക് മാത്രമേ അത്തരം കൃതികൾ എഴുതാൻ സാധിക്കൂ. അത് ഏത് ദേവതയെപ്പറ്റി എഴുതിയാലും അതിന്റെ സൂക്ഷ്മാംശവും അതിന്റെ ബീജാക്ഷരവും കൂട്ടിയിണക്കിയാണ് ഓരോ കൃതിയും എഴുതിയിരിക്കുന്നത്. ആ ശിവലിംഗ പ്രതിഷ്ഠ, അതിനിത് ബ്രാഹ്മണ ശിവനല്ലല്ലോ എന്ന വാചകം പറഞ്ഞതുകൊണ്ട് നമ്മളെ ആൾക്കാരല്ലേ പെട്ടെന്ന് അതിനെ ഈഴവ ശിവനാക്കി. ശിവൻ ഈഴവനുമല്ല, നായരുമല്ല. ശിവൻ നായർ, ശിവൻ നമ്പൂരി എന്നൊന്നും പറയാൻ പറ്റില്ല. ശിവൻ എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഒഴിച്ചു നിർത്തിയ ചൈതന്യമാണ്. ശരീരത്തിലാണ് പൂണൂൽ കിടക്കുന്നത്, ശരീരത്തിലാണ് ജാതീയ ചിഹ്നങ്ങളുള്ളത്, ശരീരത്തിലാണ് അഭിമാനമുള്ളത്. ഇന്നയാളുടെ മകൻ, പണക്കാരന്റെ മകൻ, പാവപ്പെട്ടവന്റെ മകൻ, ഈഴവന്റെ മകൻ, നായരുടെ മകൻ, നമ്പൂതിരിയുടെ മകൻ എന്ന അഭിമാനങ്ങളെല്ലാം വരുന്നത് ശരീരത്തിലാണ്. ജാതി ജനിച്ച ശേഷമുള്ളതാണ്. നീ ജനിക്കുന്നതിന്റെയും മരിക്കുന്നതിന്റെയും സാക്ഷിയായിരിക്കുന്ന ആത്മാവ് ശിവനാണ്. അതിന് ജാതിയില്ല. ഉണ്ടോ? ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു ഇത് ബ്രാഹ്മണ ശിവനല്ലല്ലോ. ആ പ്രതിഷ്ഠിച്ചത് ആഗമം അറിഞ്ഞുകൊണ്ടാണ്. ആ പ്രതിഷ്ഠയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു പക്ഷേ നമ്മുടെ അറിവിലുള്ള ആദ്യത്തെ
കേരളത്തിലെ സിദ്ധലിംഗ പ്രതിഷ്ഠയായിരുന്നിരിക്കും. കാരണം തമിഴ്നാട്ടിലാണ് ഈ പാരമ്പര്യമുള്ളത്. അവിടെ ഇവിടുത്തെ മാതിരി കെട്ടുപാടുകളും ആളെ വിളിച്ചുകൊണ്ടുകളും സ്ഥലം നോക്കലും കുറ്റിയടിക്കലൊന്നുമില്ല. അഗസ്ത്യരെ പോലെ വേദത്തിന്റെ ആഴം കണ്ട ശിവ അനുഭൂതിയിൽ മുഴുകിയിരിക്കുന്ന ശിവാംശമായ ഒരു മഹാൻ വരുന്നു, ഒരു കല്ലെടുക്കുന്നു, വെക്കുന്നു. അന്ന് മുതൽ അതെന്തായി? മഹാക്ഷേത്രമായി. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ഇതുപോലെ വെറുതെ മഹാത്മാക്കൾ വെച്ചിട്ട് പോയിട്ടുള്ളവയാണ്. ചിദംബരമായിക്കോട്ടെ, അത് അരുണാചലേശ്വര ക്ഷേത്രമായിക്കോട്ടെ, അത് പഴനി ആയിക്കോട്ടെ, എല്ലാ ക്ഷേത്രങ്ങളും ഒരു മഹാൻ ഭോഗരാണല്ലോ കൊണ്ടുവയ്ക്കുകയാണ്. ആ മഹാന്റെ കരസ്പർശം മതി നൂറ്റാണ്ടുകളോളം സഹസ്രാബ്ദങ്ങളോളം ചൈതന്യ ലോപം വരാതെ അത് നിലനിൽക്കാൻ. അതിന് പൂജാവിധികൾ വേണ്ട. അതുകൊണ്ടാണ് സിദ്ധക്ഷേത്രം എന്ന് പറയാൻ കാരണം. കേരളത്തിൽ ആ മാതൃക ഉണ്ടായിരുന്നില്ല. കേരളത്തിലുണ്ടായിരുന്നത് കേരളീയ തന്ത്രപ്രകാരം വളരെ ക്ലിഷ്ടമായ പ്രോസസ്സിലൂടെ ക്ഷേത്രം ഉണ്ടാക്കിയെടുക്കുകയാണ്, ഊർജ്ജമണ്ഡലത്തെ ക്രമീകരിക്കുകയാണ്. അതേ ഊർജം ഒരു മഹാനെ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? ചുരുക്കി പറയാം, നമ്മളൊരു പാട്ട് പഠിക്കണമെങ്കിലേ 5 ദിവസം മെനക്കെട്ടാലും സാധിക്കില്ല. യേശുദാസ് 5 മിനിറ്റ് കൊണ്ട് പാടും. മനസ്സിലായോ? അതാണ് സിദ്ധനും സാധാരണക്കാരൻ സാധകനും നമ്മുടെ വ്യത്യാസം. നമ്മൾ നിത്യേന ഈ 3 കൂടി കുളിച്ചുണ്ടാക്കിയെടുക്കണം. ജപിച്ച് 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 നമ്മളെ ആത്മചൈതന്യത്തെ ശരീരത്തോളവും വിശ്വത്തോളവും വളർത്തിയെടുക്കണം നമ്മൾ. അവരോ ജന്മനാ കൊണ്ടുവന്നവരാണ്, ജന്മസിദ്ധന്മാരാണ്. അവർ ഒരു കല്ലെടുത്ത് വെച്ചാൽ അത് ശിവലിംഗമായി, ഒരിറ്റ് വെള്ളം വീഴ്ത്തിയാൽ അത് തീർത്ഥമായി, അവർ തുപ്പിയാൽ പോലും നമുക്ക് പരിശുദ്ധമാണ്. അതുകൊണ്ടാണല്ലോ കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം എത്ര ഉറപ്പിച്ചിട്ടും അഷ്ടബന്ധത്തിൽ ഉറയ്ക്കുന്നില്ല. ഒടുക്കം നാറാണത്ത് ഭ്രാന്തനെ വിളിച്ചു വരുത്തി. നാറാണത്ത് ഭ്രാന്തം മുറുക്കിക്കൊണ്ടാണ് വന്നത്, വായിലെ മുറുക്കാൻ ചവച്ചുകൊണ്ടാണ് വന്നത്. വന്നിട്ട് എവിടെ എന്ന് ചോദിച്ചു. ഇതായിരിക്കണു. കൃഷ്ണൻ ഉറക്കില്ല പറഞ്ഞു. കൃഷ്ണന്റെ ചുവട്ടിലേക്ക് കാർക്കിച്ചു തുപ്പി. എന്തുകൊണ്ട്? ഈ മുറുക്കാൻ തുപ്പിയിട്ട് പറയും ഇരിക്കണം കിട്ട അവിടെയാണ്. ഇന്നും ആ ഇരിപ്പാണ്, എണീറ്റിട്ടില്ല. സിദ്ധന്റെ ലക്ഷണമാണ്. നമ്മൾ അയാളെ എന്ത് വിളിച്ചു? ഭ്രാന്തൻ. നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുന്നവൻ ആരാണ്? ഭ്രാന്തൻ. അവൻ എത്ര സത്യം പറഞ്ഞാൽ അവനെ തല്ലിക്കൊള്ളണം, അല്ലേ? മലയാളി നന്നാവത്തിനൊരു കാരണം ഇതാണ്. നാരായണ ഗുരുദേവനെ സിമന്റ് നാണമെന്ന് വിളിച്ച നാണം കെട്ട വർഗമാണ് മലയാളികൾ. മനസ്സിലായോ? ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം, ഒരു മഹാത്മാവിനെ, സിദ്ധനെ എങ്ങനെ കാണണം നമുക്കറിയില്ല. ഭോഗരോളം തന്നെ മാനിക്കപ്പെടേണ്ടുന്ന മഹാത്മാവാണ് നാരായണ ഗുരുദേവൻ. കാരണം ഭോഗർ സാക്ഷാത്കരിച്ച അതേ പഴനിയാണ്ടവനെ തന്നെയാണ് നാരായണ ഗുരുദേവനും സാക്ഷാത്കരിക്കുക. മാത്രമല്ല, ഭോഗർ പഴനിമല ഉണ്ടാക്കിയപ്പോൾ അതിന്റെ സംസ്കൃത മല ഇവിടെ ഉണ്ടാക്കി, ശിവഗിരി. മനസ്സിലായോ? തീർത്ഥാടനത്തിന് വ്യവസ്ഥകൾ ചെയ്ത് 8 നിയമങ്ങൾ വെച്ചു. പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം, നമുക്കറിയില്ല. നമ്മൾ ഇതുവരെ പോകാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല, പക്ഷെ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്ക് ഉയരാൻ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു മഹാപുരുഷൻ ഉദയം ചെയ്യുമെന്ന് പറഞ്ഞത് ഞാനല്ല, വിവേകാനന്ദ സ്വാമികളാണ്. ഈ ഫോട്ടോ വെച്ചത് അന്വർത്ഥമാണ്. ഇതിൽ വിവേകാനന്ദ സ്വാമികളുടെ ഫോട്ടോ ഉണ്ട്, കണ്ടില്ലേ? ഡോക്ടർ പൽപ്പു ബാംഗ്ലൂരിൽ വെച്ചിട്ട്, ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് മൈസൂരിൽ നിന്ന് വിവേകാനന്ദ സ്വാമികളെ കണ്ടു. സ്വാമിയോട് പറഞ്ഞു, ഞങ്ങളുടെ സമുദായം വളരെ വലിയ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്, എങ്ങനെയാണ് ഇതിനെ ഉയർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും ഇക്കഴ്ത്തലുകളും കൊണ്ട് ഒരുപാട് അസഹനീയമായ ദുഃഖം ഞങ്ങൾക്കുണ്ട് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ മഹാനായ ഭഗവത് വിവേകാനന്ദൻ പറഞ്ഞു, നിങ്ങളുടെ കഷ്ടങ്ങൾ പരിഹരിക്കാൻ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു മഹാൻ ഉദയം ചെയ്യും എന്ന് പറഞ്ഞു. ആ വാക്ക് 100% സത്യമായി തീർന്നു. നോക്കണം, നാരായണ ഗുരുദേവൻ അതിനുശേഷമാണ് ഈ നേതൃത്വം ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത്. ഗുരുദേവനെ പഠിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പൂജ. അദ്ദേഹത്തിൻ്റെ കൃതികൾ പഠിക്കുക. സന്ധ്യയ്ക്ക് തന്നെ അലപല സീരിയലും ഡാൻസ് പരിപാടിയും കാണാതെ സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന കൂട്ടത്തിൽ ഗുരുദേവന് ജനനീ നവരത്ന മഞ്ജരിയോ ബാഹുലേയാഷ്ടകമോ ശിവശതകമോ, അല്ലെ ശിവശതകമൊക്കെ എന്ത് മനോഹര കൃതിയാണ്. ശിവശതകമോ അല്ലെങ്കിൽ താത്വികമായിട്ടാണെങ്കിൽ ദർശനമാലയോ പിണ്ടനന്ദിയോ ചിഞ്ചട ചിന്തനമോ കുണ്ടലിനി പാട്ടോ കാളി നടനമോ, എത്ര പറഞ്ഞാൽ തീരില്ല.
ഇനി ഏറ്റവും ചുരുങ്ങിയ ദൈവദശകമെങ്കിലും അദ്ദേഹം ചിന്തിക്കുകയാണ്, അതെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും നല്ല മലയാളത്തിലുള്ള കൃതിയാണ്. എളുപ്പമല്ല. ഇങ്ങ് അങ്ങ് എന്ന് തുടങ്ങിയ കൃതി അവസാനിക്കുന്നത് ആഴണം വാഴണം സുഖം എന്നാണ്. അത് തമാശക്കളിയല്ല, വേദാന്ത ശാസ്ത്രമാണ്. ഇങ്ങ് അങ്ങ് തുടങ്ങുന്ന ദ്വൈതബുദ്ധി ഉപാസനയുടെ ആദ്യഘട്ടത്തിലുണ്ട്. ശിവനുണ്ട്, ഞാനുണ്ട്, കാളിയുണ്ട്, ഞാനുണ്ട്, ഈശ്വരൻ വേറെ ഞാൻ വേറെ എന്ന ബോധത്തിൽ തുടങ്ങുന്ന ഉപാസന ആദ്യം അന്നത്തിനും വസ്ത്രത്തിനും വേണ്ടി യാചിക്കുന്നു. അവസാനം വേറെ ചിന്തയില്ല, എനിക്ക് ശാശ്വത സുഖം മാത്രം മതി, അതിന് ഉടലിന്റെ ബന്ധം പിടിയണം, നിന്നിൽ ഞാൻ അസ്പന്ദമാകണമെന്ന് പറയുന്നു. ഏതുപോലെ? ദൃക്കുപോലെ. ദൃക്ക് എന്ന് പറഞ്ഞാൽ കണ്ണാടി, ദൃക്ക് ദർപ്പണം, മനസ്സിലായില്ലേ? ദൃക്ക് എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരനാണ്. കണ്ണാടിയിൽ ആര് നോക്കുന്നുവെന്ന നോട്ടം, കാഴ്ചക്കാരനെ കാണലാണ് ദൃക്കിന്റെ വിശേഷം. ദൃശ്യത്തെ മറന്ന് ദൃക്കിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ നാനാവിധ ഘട്ടങ്ങളെയും വൈവിധ്യത്തെയും മറന്ന് ഏകമായ സ്വരൂപബോധത്തെ ഉറയ്ക്കുക എന്നാണ്. അങ്ങ് ഇങ്ങ് എന്ന് തുടങ്ങിയ കൃതി അസ്പന്ദമാവണം, അനങ്ങാതിരിക്കണം. എന്തിൽ? ആത്മനിഷ്ഠയിൽ എന്ന വേദാന്ത സത്യത്തിൽ എത്തിച്ചു ഒറ്റ കൃതി കൊണ്ട്. അത് തന്നെ ക്ലാസ് എടുക്കാൻ 5 ദിവസം, വേറെ കാര്യം. പക്ഷെ അതിപ്പോൾ പോകാൻ പറ്റില്ല. സന്ധ്യയ്ക്ക് വീട്ടിൽ ഹരിനാമ കീർത്തനം. ഗുരുദേവനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ആളാണ് എഴുത്തച്ഛൻ. കാരണം അന്ന് ജാതീയമായ മേൽക്കോയ്മയൊക്കെ മാറ്റിയെടുത്ത ആളാണ്. ഹരിനാമ കീർത്തനം വായിക്കുക സന്ധ്യയ്ക്ക്. അത് പണ്ട് ശീലമുണ്ടായിരുന്നു എല്ലാ വീട്ടിലും, ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പൊ ഹരിനാമം, എന്ത് ഹരിനാമം? വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് സീരിയലുകളൊക്കെ ഉപേക്ഷിക്കുക. കുട്ടികളെ നന്ദിയുള്ളവരെ വളർത്തുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലത്തു തിരിഞ്ഞ് എഴുന്നേൽക്കാൻ പഠിപ്പിക്കാം. വലതുഭാഗം തിരിഞ്ഞെഴുന്നേക്കാൻ. ഇടതുഭാഗത്ത് ശ്രീ എന്ന് എഴുതിക്കൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്മിയെ സങ്കല്പിച്ച് വലത്തോട്ട് തിരിഞ്ഞ് ഗോവിന്ദനാമം ഉച്ചരിച്ചുകൊണ്ട് എഴുന്നേക്കണം എന്നാണ്. ഗോവിന്ദ ഗോവിന്ദ. വലത് തിരിഞ്ഞ് എഴുന്നേക്കുക, ഇടത് തിരിഞ്ഞ് കിടക്കുക, വലത് തിരിഞ്ഞ് എഴുന്നേക്കുക. എഴുന്നേറ്റിട്ട് നേരെ ചാടി ഓടുകയല്ല, കട്ടിലിരുന്ന് അല്ലെങ്കിൽ പായയിലിരുന്ന്, ഇന്ന് പായെന്ന് കുഴപ്പമില്ല, കട്ടിലാണ്, കട്ടിലിരുന്ന് അല്പസമയം ശാന്തമായി മനസ്സിനെ വയ്ക്കുക. ഈശ്വര ധ്യാനം ചെയ്യുക. ഒരു ദിവസം തുടങ്ങാൻ പോവാണ്. എൻ്റെ കർമ്മങ്ങൾ പുഷ്ടിപ്പെടുത്തണമേ, എൻ്റെ കർമ്മങ്ങൾ യഥാർത്ഥ ഫലം തരണമേ, അന്യായമായ മാർഗത്തിൽ ഞാൻ ചലിക്കാതിരിക്കണമേ, അന്യായമായ വാക്ക്, മോശപ്പെട്ട വാക്കിൽ നിന്ന് വരാതിരിക്കണമേ, ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ എന്ന പ്രാർത്ഥന പോലെ ഭദ്രമായത് ഞാൻ കേൾക്കണമേ, ഭദ്രമായത് ഞാൻ പറയണമേ, എൻ്റെ ജീവിതം ഈശ്വരനുള്ള പൂജയായി ഭവിക്കണമേ, വിഷയമ ദേവഹിതജ്ഞതായുഹു എന്ന് പ്രാർത്ഥിച്ച് ഭൂമിയെ തൊട്ട് വന്നിക. വലിയ കട്ടിലാണെങ്കിൽ റിസ്ക് എടുക്കേണ്ട, തലവത്തെ വീഴും, ശ്രദ്ധിച്ചൊക്കെ മതി. ഭൂമിയെ കൈകൊണ്ട് കാലുകൊണ്ട് സ്പർശിക്കരുത് ഭൂമിയെ. ഭൂമി ദേവിയാണ്. വേദം പറയുന്നു മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ. അഥർവവേദം പറയാണ് ഭൂമി എൻ്റെ അമ്മയാണ്, മാതാ ഭൂമി. ഞാനോ പുത്രോഹം, ഞാൻ അമ്മയുടെ പുത്രനാണ്, ഭൂമിയുടെ മകനാണ് ഞാൻ. ആ സങ്കല്പത്തെ നമ്മൾ ഈ ഒടുക്കത്തെ പൈലിംഗ് ചെയ്യൂ. പെറ്റമ്മയുടെ നെഞ്ച് തിരിച്ച് കയറ്റില്ലേ. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കായൽ നികത്തുന്നു, കണ്ടൽക്കാടുകൾ നികത്തുന്നു, പ്രകൃതി നശിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ 25 കൊല്ലം കൊണ്ട് പ്രകൃതിയുടെ 40% നമ്മൾ ചൂഷണം ചെയ്ത് കഴിഞ്ഞു. ഇനി മഴയുണ്ടാവണമെങ്കിൽ ഈശ്വരൻ തന്നെ വിചാരിക്കണം. വരൾച്ച, കൊടും വരൾച്ചയാണ് വരാൻ പോകുന്നത്. മറക്കണ്ട, ഞാൻ പറയുന്ന ഓർത്തോളൂ. അതുകൊണ്ട് നിത്യേനയുള്ള നമ്മുടെ ധാർമ്മികമായ ജീവിതം പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത. അത് ഗീതാശാസ്ത്രം, ഭഗവത്ഗീത പറയണം. ദേവന്മാരുമായി നിങ്ങൾ നീക്കുപോക്ക് നടത്തണം. നിങ്ങൾ സമ്പാദിക്കുന്ന ഒരു അംശം ദേവന്മാർക്കുള്ളതാണ്. ക്ഷേത്ര കാര്യങ്ങൾ, ഗുരുദേവൻ ദേവനാണ്. ഒരാൾ ചോദിച്ചിരുന്ന നിയമസഭയിൽ ഗുരുദേവന്റെ പേരിൽ പ്രതിജ്ഞ എടുക്കാൻ പാടുണ്ടോ? ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും പരബ്രഹ്മവും ഗുരു തന്നെ എന്ന് നമ്മുടെ ശാസ്ത്രം പറയുന്നു. നിശ്ചയമായിട്ട് പ്രതിജ്ഞ എടുക്കാൻ ഗുരുവിന്റെ പേര്. സംശയം? ഈശ്വരനെ കാണിച്ചു തരുന്ന ശക്തി ഗുരുവാണ്. ഗുരുവിന്റെ ശക്തി ലഘുവല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഗുരുദേവൻ എന്ന് വിളിക്കുന്നത്. ദേവത്വമുണ്ട്. പ്രകാശം തരിക, സ്വയം പ്രകാശിക്കുക. ഇതാണ് ദേവന്റെ ലക്ഷണം. അറിവിന്റെ പ്രകാശം ഭാരതം തന്നു നമുക്ക്, അല്ലേ? അറിവിന്റെ പ്രകാശം തന്നു, അറിവായി വിളങ്ങി അദ്ദേഹം. ഇപ്പൊ പറഞ്ഞത് നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരംശം ദേവന് കൊടുക്കണം, ഒരംശം അമ്മയ്ക്ക് കൊടുക്കണം, ഒരംശം അച്ഛന് കൊടുക്കണം. അമ്മയ്ക്ക് കൊടുക്കാൻ പാടില്ലെന്നാണ്, അമ്മ എടുക്കണം എന്നാണ്. കാരണം അമ്മ എടുത്ത ശേഷം ബാക്കിയുള്ളതൊക്കെ നീ എടുത്താൽ മതി എന്നാണ് നമ്മുടെ സങ്കല്പം. കാരണം അമ്മയാണ് പ്രത്യക്ഷ ദൈവം. മാതൃദേവോ ഭവ. പ്രത്യക്ഷ ദൈവമാണ്. ഒരു മോശം വാക്ക് പോലും പെറ്റമ്മയ്ക്കെതിരെ മക്കളെ കൊണ്ട് പറയുകയും ഉടനെ ഖാദി ഗ്രാമോദ്യോഗ ഭവൻ ഓർത്തോളണം.
ഞാൻ ഒരിക്കൽ ട്രെയിനിൽ വരുമ്പോൾ സഹിക്കാൻ പറ്റില്ല. 4 വയസ്സുമായിട്ട് കുട്ടിക്കുള്ളൂ. 4-ാം വയസ്സിൽ നട്ടപ്രാന്ത് പതിവാണ്. 4 വയസ്സുള്ള കുട്ടിയാണ്. ഒരു ചെറുപ്പക്കാരിയായ അമ്മയുടെ കഴുത്തിന് പിടിച്ച് ഉന്തുകയാണ്. പറയുന്ന വാക്കൊക്കെ കേട്ടാലുണ്ടല്ലോ അവനൊന്നും വളർന്നു വരരുതേന്ന് ആഗ്രഹിച്ചു പോകും. അവനൊക്കെ KTM ഡ്യൂക്ക് വാങ്ങിക്കൊടുക്കാൻ തോന്നുന്നു. മനസ്സിലായി എൻ്റെ അർത്ഥം എന്താണ്? ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിക്കുന്ന ആ ബൈക്കിൽ പോയിട്ടാത്രേ. ഒരു മോശം വാക്ക് പറഞ്ഞാൽ അടി കൊടുത്തു കൊള്ളണം. അതിന് മടിക്കരുത്. കൊല്ലാനുള്ള അടിയല്ല കേട്ടോ, തിരുത്താനുള്ള അടി. അടിച്ചകത്താക്കുന്ന ഗുരുദേവൻ പറഞ്ഞില്ലേ, അതുപോലെ അടിച്ച് നല്ല പാതയിലേക്ക് സദാചാരത്തിലേക്ക് കൊണ്ടുവരണം. ഒരു മോശം വാക്ക് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കരുത്. ജിഹ്വാമേ മധുമക്തമ, വേദം പറയണം എൻ്റെ നാവ് മധുരമുള്ളതായി തീരട്ടെ. നാവ് മധുരമുള്ളതായി ഷുഗർ പിടിക്കുന്ന അർത്ഥം അല്ല. എന്താണ്? പറയുന്ന വാക്കുകൾ കേൾക്കുന്നവർക്ക് ഇമ്പമുള്ളതായി തീരട്ടെ. വേദത്തിന്റെ പ്രാർത്ഥന എത്ര സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഈ അറിവിനെയാണ് ഭാരതീയം എന്ന് പറയുന്നത്. ജിഹ്വാമേ മധുമത്തമ, എൻ്റെ നാവ് മധുരമായ വാക്കുകൾ പറയട്ടെ. കുട്ടികളുടെ മുമ്പിൽ വെച്ച് അച്ഛനമ്മമാർ വഴക്ക് കൂടി തെറി പറയരുത്. കുടിച്ചിട്ട് വീട്ടിൽ വരരുത്. സീരിയല് കാണരുത്. നിങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് കുട്ടികളോട് അരുതെന്ന് പറഞ്ഞാൽ അവരതിന് 100 ഇരട്ടി ചെയ്ത് കാണിച്ചു തരും. അതുകൊണ്ട് ശ്രദ്ധയോടെ ജീവിക്കണം എന്നാണ്. ദാനം ചെയ്ത് ജീവിക്കണം. വീട്ടിൽ വരുന്ന ഭിക്ഷാന്തേഹിയായ ഒരു മനുഷ്യനെ ആട്ടി ഓടിക്കാതെ ഉള്ളതിലൊരു പങ്ക് അവന് കൊടുക്കണം. മാത്രവുമല്ല, സമാജത്തിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ, വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് കുട്ടികൾ കാണണം. പിറന്നാളുകളിൽ ഒരിക്കലും കേക്ക് കട്ട് ചെയ്തുകൊണ്ടല്ല പിറന്നാൾ ആഘോഷിക്കേണ്ടത്. മുറിക്കുക, ഉള്ള പ്രകാശം ഊതിക്കെടുത്തുക എന്നത് ഭാരതീയ സംസ്കാരമല്ല. ക്ഷേത്രത്തിൽ പോയി നമസ്കരിച്ച് വീട്ടിൽ വന്ന് വിളക്ക് തെളിക്കാൻ പഠിപ്പിക്കണം. ഭാരതീയം. ഭാസ്, പ്രകാശം കൊളുത്തിയാൽ നമ്മളെ പിറന്നാൾ അല്ലേ? അല്ലാതെ ഇംഗ്ലീഷുകാരൻ ചെയ്യുന്നതാണ് ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറഞ്ഞിട്ട് ഊതിക്കെടുത്തതല്ല. ഉള്ള പ്രകാശം കെടുത്തിയും വെട്ടി മുറിച്ചും തിന്നാൻ പഠിപ്പിക്കരുത്. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. കുട്ടികൾ ഓരോന്നിനും ശ്രദ്ധ വേണം. ആദ്യം എന്ത് വേണം? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ദമ്പതികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതാണ് അല്ലേ? കുട്ടി ഉണ്ടായിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടായ പ്രോഡക്റ്റാണത്. അതിനെ നന്നാക്കാൻ കുറച്ച് പ്രയാസമാണ്. ഉണ്ടാവുന്നതിന് മുമ്പ് ചിന്തിക്കണമെന്ന് ഋഷി പറയുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് വിവാഹം ചെയ്യാൻ പോകുന്നതിന് മുൻപേ തന്നെ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. അതുകൊണ്ട് നാവ് നല്ലത് പറയണം, കാത് ഭദ്രമായത് കേൾക്കണം അല്ലേ? ആര് പറഞ്ഞാലും. ശരീരം നല്ലത് ചെയ്യണം. കർമ്മമാണ് രോഗമായി വരുന്നത്. രോഗം വരുത്തരുത്. കുടുംബത്തിൽ അശ്ലീകരമായിട്ടുള്ള മാഗസിനുകൾ, എഴുത്തുകൾ, TV പരിപാടികൾ കയറ്റരുത്. നല്ലത് മാത്രം കാണുക. പറ്റുമെങ്കിൽ വാർത്താ ചർച്ചകൾ ഒഴിവാക്കുക. ഏറ്റവും അശ്ലീലം അതാണ്. ഒരു പരസ്പര ബഹുമാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തല്ലും പിടിയുമാണ് നടക്കുന്നത്. രാഷ്ട്രീയ തല്ലുപിടിയാണ്. അതുകൊണ്ട് അത് വളരെ മാറ്റിയെടുക്കേണ്ടതാണ്. ഞാൻ നിശ്ചിതമായിട്ട് തന്നെ ചാനൽ ചർച്ചകൾ പറയുന്ന ഒരാളാണ്. അതിന് കാരണം അത്രയ്ക്ക് കെട്ടുപോയിട്ടുള്ള ഒരു രംഗമാണ്. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരിക്കുകയാണ് ഒരു TV ചാനലിൽ നിന്ന്. 24 എന്നൊരു ചാനലുണ്ട്. ഇപ്പോൾ 24-ൽ വിളിച്ചിട്ട് പറഞ്ഞു, ബജറ്റിന്റെ ചർച്ചയാണ്, നിങ്ങൾ വരുമെന്ന്. എനിക്ക് എന്ത് കുന്തം അറിയില്ല. എന്നാലും TV-യിൽ എൻ്റെ മുഖം കണ്ടോട്ടെന്ന് വിചാരിച്ച് പൊട്ടിയുന്തി പോകുന്നവന്മാരുണ്ടായിരിക്കാം. അതുകൊണ്ടല്ലേ എന്നെ വിളിച്ചത്. ഞാൻ പറയാം, എനിക്ക് ബജറ്റിനെ പറ്റി ഒരു സംഗതി അറിയില്ല. പിന്നെ ഞാൻ എന്തിനു വരണം? ആധ്യാത്മികമായ, ശാസ്ത്രീയമാണ്, നമ്മുടെ വൈദികമായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു മതത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ വരാം. ആചാരപരമായതോ അതാണ് പറയുന്നത്. നാരായണ ഗുരുദേവനെ കൊണ്ടുപോയിട്ട് ബജറ്റിന്റെ കാര്യം ചോദിച്ചാൽ അദ്ദേഹം എന്താ പറയുക? ആ വിഷയമല്ല അദ്ദേഹത്തിന്റെ മേഖല. അതുപോലെ നമ്മുടെ മേഖലയിൽ മഹാന്മാരായിട്ടുള്ള ഇവരുടെ പാർഷദനായി ജീവിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് പഠിച്ചാൽ ഒരായുസ് കൊണ്ട് തീരാൻ പറ്റാത്ത അത്രയും വലിയ ശാസ്ത്രശാഖ ഹിന്ദുവിനുണ്ട്. ഒരു ആയുർവേദം ഉപവേദമാണ്, വെറും ഉപവേദമാണ് അഥർവവേദത്തിന്റെ. അത് പഠിക്കാൻ മെനക്കെട്ടാലുണ്ടല്ലോ ഒരായുസ് മതിയാവില്ല. അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാവും. വീട്ടിലിരുന്ന് വായിക്കുക. അക്ഷരാഭ്യാസം നേടിയില്ലേ? ഇനി ഗുരുദേവന്റെ കൃതികൾ പഠിക്കുക, ഹരിനാമകീർത്തനം പഠിക്കുക, ഭജഗോവിന്ദം പഠിക്കുക, ഗീത പഠിക്കുക. സ്വതന്ത്രമായി പഠിക്കുക. നിങ്ങളെ ആരും തടയില്ല. അതിനുവേണ്ടി ഇനിയുള്ള സമയം ചെറുപ്പക്കാരടക്കം വിനിയോഗിക്കണം. മരണം ചെറുപ്പക്കാരൻ വയസ്സായൊന്നും മാറ്റി നിർത്തില്ല കേട്ടോ. ഏത് സമയവും മരണം വരാം. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. എടാ വിഡ്ഢി,
സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ കാളസർപ്പത്തിന്റെ പിടിയിലാണ്. സമയം നിന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ആയുസ് അറ്റുകൊണ്ടിരിക്കുകയാണ്. നീ എന്ത് കണ്ടിട്ടാണ് ഈ ലോകത്ത് ഭ്രമിച്ചു കഴിയുന്നത്? ഈശ്വരനെ ഭജിക്കൂ, 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 വിഡ്ഢി എന്ന് പറയുകയാണ്. അതുകൊണ്ട് വീട് ആശ്രമമായിരിക്കണം. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമം വരുന്നത്. ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. ഈ ചതുരാശ്രമങ്ങളിൽ ഗൃഹസ്ഥാശ്രമം നട്ടെല്ലാണ്. മറ്റെല്ലാ ആശ്രമങ്ങളും പട്ടിണി കൂടാതെ ജീവിച്ചു പോകുന്നത് ഗൃഹസ്ഥൻ ജോലി എടുക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഗൃഹസ്ഥ ആശ്രമമാണ് വീട്. ആശ്രമം പോലെ പരിശുദ്ധമായിരിക്കണം. മോശപ്പെട്ട വാക്കുകൾ, ചിന്തകൾ അവിടെ ഉണ്ടാവരുത്. കുട്ടികളെ ശ്രദ്ധയോടെ വളർത്തണം. നെറ്റിയിൽ നീരണിയാത്ത നെറ്റി ജീവനില്ലാത്ത ഒരു മനുഷ്യന്റെ ശവം പോലെ നടക്കരുത്. നെറ്റിയിൽ നീരണിഞ്ഞു കൊള്ളണം എന്ന് വെച്ചാൽ തമിഴൻ പറയുന്നതാണ്, നീരില്ല നെற்றிപാട്, ഭസ്മമെങ്കിലും ധരിച്ചുകൊള്ളണം, മന്ത്രം ജപിക്കണം, 2 നേരത്തെ കുളിയും കുളിച്ചോളണം. ഇത്രയൊക്കെ അനുവദിച്ച സമയത്തിൽ എനിക്ക് പറയാൻ പറ്റൂ. 9:30 മണിയാവുകയാണ്. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശക്കുന്നുമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ ഒരു സായാഹ്നം ഇങ്ങനെ അങ്ങോട്ട് തീർന്നു. SNDP യോഗം യൂത്ത് മൂവ്മെന്റ് നടത്തിയ ഈ ഒരു പരിപാടി അറിവിന്റെ ആഴങ്ങളിലേക്ക് ഒരു തീർത്ഥാടനമാണ്. അങ്ങനെയൊക്കെ ആയതെന്ന് എനിക്കറിയാം. ഞാൻ പരമാവധിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുവദിച്ച സമയത്ത്. അതുകൊണ്ട് ഭാരതീയ കുടുംബ സങ്കല്പം തുടങ്ങുന്നത് ഈശ്വരനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിത പന്ഥാവാണെന്ന് നമ്മൾ മനസ്സിലായി. അടുത്ത തവണ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഗുരുദേവകൃതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് സംസാരിക്കാം. ബ്രാഞ്ച് നമ്പർ 117 കൊല്ലാട്, കോട്ടയം ജില്ലയിൽപ്പെട്ട യൂണിയനാണ്. ഇതിൻ്റെ സംഘാടകരോടും വിശേഷിച്ച് എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന സെക്രട്ടറിയോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹാർദമായ നമസ്കാരം. ഹരഹര നമ പാർവതീപതയേ, ഹരഹര മഹാദേവ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.